മഹ്ശറിന്റെ മൈതാനിയിൽ ഈ മാതാപിതാക്കൾക്കെതിരെ ഈ മക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്, വിസ്മരിച്ചു പോകരുത്, വിസ്മരിച്ചു പോകരുത്. നാളെ ഒരു ദിവസം സംജാതമാകും. ആ ദിവസത്തിൽ ചുട്ടുപൊള്ളുന്ന ദിവസമായിരിക്കും. നമ്മുടെ തലയ്ക്ക് മീതെ കത്തിക്കാളുന്ന സൂര്യൻ നമ്മുടെ ശരീരമാകെ ഒപ്പിയെടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന വേളയിൽ ഉപ്പൂറ്റി മുതൽ ഉള്ളം തല വരെ ഉച്ചി വരെ പൊള്ളിക്കൊണ്ട് വിയർത്തുകൊണ്ടിരിക്കുന്ന ആ ഭയങ്കരമായ ദിനത്തിൽ ഒരു തണലിന് വേണ്ടി, ഒരു തണുപ്പിന് വേണ്ടി കേണപേക്ഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അർശിന്റെ തണലിൽ ഒരു കൂട്ടർ കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയവർക്ക് മാത്രമേ അതിന് കഴിയൂ. മാതാപിതാക്കളുടെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യമായിരിക്കും. അല്ലാഹു അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോൾ അതാ പുറകിൽ നിന്ന് കൈകൊട്ടി വിളിക്കുന്നു ഒരു കൂട്ടം സന്താനങ്ങൾ. മാതാപിതാക്കൾ നമസ്കാരവും ഇബാദത്തും ഉള്ളവരായിരുന്നു, സന്താനങ്ങളോ കുടിച്ചു കൂത്താടി നടന്നവരായിരുന്നു. മാതാപിതാക്കൾ വിലക്കിയില്ല, മാതാപിതാക്കൾ അതിൽ നിന്നവരെ പിന്തിരിപ്പിച്ചില്ല, മാതാപിതാക്കൾ താക്കീത് നൽകിയില്ല. തന്റെ മകന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മാതാപിതാക്കൾ അവരെ യഥേഷ്ടം വിഹരിക്കാൻ വിട്ടുവെങ്കിൽ ഈ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കൾ നാളെ മാതാപിതാക്കളുടെ കോളറിൽ പിടിച്ചിട്ട് പറയും, എന്റെ അല്ലാഹുവേ, ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഈ ദുഷ്ടനായ പിതാവും ഈ ദുഷ്ടയായ മാതാവുമാണ് അല്ലാഹ്. മക്കൾ എന്ത് തോന്നിയാസം കാണിക്കുമ്പോ വാപ്പായും ഉമ്മായും ഒന്നും മിണ്ടൂല. ഓ ഇനി ഞങ്ങൾ എന്ത് പറയാനാ, അവൻ എന്ത് പറയാനാ, നമ്മുടെ മോനല്ലേ എന്ത് പറയാനാ, ഒന്നും പറയണ്ട. അവൻ കുടിച്ചാലും ശരി, പിന്നെ എന്ത് ഹറാമുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി, നമ്മളൊന്നും ഇപ്പം കാണിക്കണ്ട. അവിടെ ചെല്ലുമ്പോ ഈ മക്കൾ തന്നെ വല്ലാഹി ഈ വാപ്പാക്കും ഉമ്മാക്കെതിരെ സാക്ഷ്യം. അന്നേരം ആരും കാണില്ല, ഉസ്താദും കാണൂല, പോലീസും കാണൂല, പട്ടാളവും കാണൂല, നാട്ടുകാരും കാണൂല, ആരും കാണൂല. ഓരോരുത്തരും അവരുടെ സ്വന്തം കാര്യം. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه لكل امرئ منهم يومئذ شأن يغنيه. നാളത്തെ ദിവസം സംജാതമാകും, മറന്നു പോകണ്ട. ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുമക്കളെ താലോലിച്ച് വളർത്തുന്നു. ശൈശവം മുതൽ, ബാല്യം മുതൽ, കൗമാരം മുതൽ പ്രായപൂർത്തിയെത്തുന്നത് വരെ, അവനെ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് വരെ, അവനൊരു ജോലി വാങ്ങി കൊടുക്കുന്നത് വരെ, അവൻ യഥേഷ്ടം വിഹരിക്കുന്നത് വരെ മാതാപിതാക്കളെ ദുനിയാവിലെ ഭൗതിക ആഡംബരങ്ങൾ കണ്ടുകൊണ്ട് തന്റെ സന്താനങ്ങൾ സൂഹിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ, ഈ മാതാപിതാക്കൾ നാളെ മക്കളെ വലിച്ചെറിഞ്ഞു ഓടുന്ന ഒരു ദിവസം ഉണ്ടാകും. മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ചല്ലാതെ പുറത്തേക്ക് പോകാതെ ശാഠ്യം പിടിക്കുന്ന മക്കളുണ്ടാകും. മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ വാത്സല്യവും മാതാപിതാക്കളോടൊപ്പം കെട്ടിപ്പിടിച്ചുറങ്ങുകയും ചെയ്യുന്ന മക്കളുണ്ടാകും. പക്ഷേ നാളെ ആഖിറത്തിന്റെ ആ മഹത്തായ സമ്മേളന നഗരിയിൽ വെച്ച് ഈ മാതാപിതാക്കളോട് സ്നേഹം കാട്ടിയ സന്താനങ്ങൾ ആ മാതാപിതാക്കളെ കണ്ട മാത്രം പോലും നടിക്കുകയില്ല. എത്രത്തോളം സ്നേഹമുള്ള അനുകമ്പയുള്ള ഭാര്യ, എത്രത്തോളം സ്നേഹമുള്ള ഭർത്താവ്, അവരുടെ രാത്രി ജീവിതത്തിൽ, അവരുടെ പകൽ ജീവിതങ്ങളിൽ, അവരുടെ ദുനിയാവിലെ ജീവിതങ്ങളിൽ അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ നല്ല സ്നേഹവും അനുകമ്പയും അവർ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ നാളെ ആഖിറത്തിൽ ആ ഭയാനകതയുടെ ദിവസത്തിൽ, ആ മഹ്ശറിന്റെ വിചാരണയുടെ ദിവസത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി, പിതാവിൽ നിന്ന് മക്കളോടുന്ന ദിവസം, മക്കളിൽ നിന്ന് മാതാപിതാക്കളോടുന്ന ദിവസം, സഹോദരങ്ങളിൽ നിന്ന് മറ്റു സഹോദരങ്ങളോടുന്ന ദിവസം, ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരോടുന്ന ദിവസം, നമ്മുടെ സന്താനങ്ങൾ നമ്മളെ കൈവെടിഞ്ഞിട്ട് ഓടുന്ന ദിവസം, ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅനുൻ യുഗ്നീഹ്, ഓരോരുത്തർക്കും അവരുടേതായ സ്വന്തം കാര്യമായിരിക്കും.
ഇന്ന് നമ്മുടെ മകനുടെ അസുഖം വന്നാൽ നമുക്ക് ഉറക്കം വരൂല. മകൻ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരികയില്ല. മകന്റെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം മോശമായി പോയെങ്കിൽ മാതാപിതാക്കൾക്ക് വെപ്രാളമാണ്. പക്ഷേ മകൻ നിസ്കരിച്ചില്ല എങ്കിൽ വാപ്പാക്ക് ഒരു പ്രശ്നവുമില്ല. മകൻ നോമ്പ് പിടിച്ചില്ല എങ്കിൽ വാപ്പാക്ക് ഒരു പ്രശ്നവുമില്ല. മകൻ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നില്ല എങ്കിൽ വാപ്പാക്ക് ഒരു പ്രശ്നവുമില്ല. രാത്രി അവൻ വെള്ളമടിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വാപ്പാക്ക് ദുർഗന്ധം സഹിക്കവയ്യ. പക്ഷേ വാപ്പാക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇത് ദുനിയാവിലാണെങ്കിൽ സഹോദര, നാളെ ആഖിറത്തിൽ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. നാളെ ആഖിറത്തിൽ ഓരോരുത്തർക്കും അവന്റേതായ സ്വന്തം കാര്യമാണ് വലുത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ആരാ? വാപ്പായും ഉമ്മായും മക്കളെ ശ്രദ്ധിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് അറിയിക്കുന്നത്. തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഓഫർ എന്താണെന്നറിയോ? നരകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. നരകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ثم ننجي الذين اتقوا. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചുവോ നാം അവരെ രക്ഷപ്പെടുത്തും. നാളെ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തും. ആരൊരാള് തഖ്വയുള്ളവരായി ജീവിതം നയിച്ചോ അവിടെ കുടുംബ മഹത്വമില്ല, കുടുംബ പാരമ്പര്യമില്ല, അവിടെ വർഗ സ്നേഹമില്ല. സഹോദരങ്ങളെ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനും ഏറ്റവും ശ്രേഷ്ഠനും മഹത്വമുള്ളവനും ആരാണെന്നറിയുമോ? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവനാണ്. ഏതൊരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുവോ നാം അവരെ രക്ഷപ്പെടുത്തും. എത്രത്തോളം ദീനീ ബോധം കേട്ടിട്ടും പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടും ഹദീസ് കേട്ടിട്ടും ഉത്ബോധനങ്ങൾ കേട്ടിട്ടും ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും ഖബറിന്റെ ഭയാനകതയെ കുറിച്ച് അറിഞ്ഞിട്ടും പുല്ലുവില പോലും നൽകാതെ നടക്കുന്ന സഹോദര നീ അക്രമിയാണ്, അഹങ്കാരിയാണ്. നിന്നെ മുട്ടുകുത്തിയ അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഏ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു ലോകത്തോടല്ല വിളിച്ചു പറഞ്ഞത്, പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബക്കാരെ സൂക്ഷിക്കണേ. നരകമെന്ന് പറയുമ്പോ കേവലം മുനിസിപ്പാലിറ്റി അല്ല, നമ്മുടെ ഈ നാട്ടിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ ഓവുചാലല്ല, അതല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന ചാലല്ല സഹോദരങ്ങളെ. കേവലം ഒരു എലി ചത്ത് കിടന്നാൽ അതിന്റെ പരിസരത്തുകൂടെ നടന്നു പോകാൻ ദുർഗന്ധം വമിക്കുന്ന കാരണത്താൽ അതിലൂടെ നടന്നു പോകാൻ ആഗ്രഹിക്കാത്ത നമ്മൾ, ബഹുമാനമുള്ള സഹോദര, ഇതിനേക്കാൾ എത്രയോ ഭയാനകമാണ് നരകം. അതാണ് അല്ലാഹു തആല വിളിച്ചു പറയുന്നത്, മുഅ്മിനീങ്ങളെ, 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 നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു ഇവിടെ വിളിച്ചു പറയുന്നില്ല, ശ്രദ്ധിച്ചോളി. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാര, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു ഇവിടെ വിളിച്ചില്ല. അല്ലാഹു വിളിക്കുന്നത് എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഏ വിശ്വസിച്ച സമുദായമേ, അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ആഖിറമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, പരലോകത്തിന്റെ ഭയാനകതയെ അംഗീകരിക്കുന്നവരെ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, നല്ല ജനങ്ങൾക്ക് സദ്വൃത്തർക്ക് സ്വർഗമുണ്ടെന്ന് അംഗീകരിക്കുന്നവരെ അല്ലാഹു അവരോട് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ
നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സ്വന്തം ജനങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ വിളി, അല്ലാഹുവിന്റെ താക്കീത്, അല്ലാഹുവിന്റെ പ്രഖ്യാപനം. വിശ്വാസികളെ, വിശ്വാസിനികളെ, മുസ്ലിം സഹോദര സഹോദരി, നിന്നോടാണ്, നിന്റെ കുടുംബത്തോടാണ്, നിന്റെ പൊന്നുമക്കളോടാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, ശരീരത്തെ സൂക്ഷിക്കണേ. വാഹിനിക്കും നിങ്ങളുടെ കുടുംബക്കാരെ സൂക്ഷിക്കണേ. നമ്മുടെ കുഞ്ഞുമോനോ കുഞ്ഞുമോക്കോ ഒരു പനി വന്നാൽ നമുക്ക് ഉറക്കം വരികയില്ല. നമ്മുടെ ഭാര്യയ്ക്ക് ഒരു രോഗം വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹിക്കാൻ കഴിയില്ല. ഉപ്പ മരിച്ചാൽ നെഞ്ചത്തടിച്ച് കരയുന്ന നമ്മൾ, ഉമ്മ മരിച്ചാൽ പൊട്ടിക്കരയുന്ന നമ്മൾ, നമ്മുടെ കുടുംബത്തിൽ അത്യാഹിതം സംഭവിച്ചാൽ ഞങ്ങളടിച്ച് തേങ്ങി തേങ്ങി കരയുന്ന നമ്മൾ, ഈ ദുനിയാവിലെ ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ ഇത്രത്തോളം വിഘാതമാണ്, ഇത്രത്തോളം പ്രയാസമാണെങ്കിൽ അല്ലാഹു തആല പറയുന്നു, ഇതെല്ലാം ക്ഷണികമാണ്, ഇതെല്ലാം നശ്വരമാണ്, ഇതെല്ലാം നൈമിഷികമാണ്. പക്ഷേ ഒരിക്കൽ പോലും നഷ്ടപ്പെടാത്ത, ഒരിക്കൽ പോലും നശിച്ചു പോകാത്ത ഒരു ജീവിതമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ നിങ്ങളൊന്ന് ഭയപ്പെടണേ. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം ഒന്ന് ഏറ്റെടുക്കണേ. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കുടുംബക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ദുനിയാവിൽ വെച്ച് മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ആഖിറത്തിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുതേ. അതുകൊണ്ടാണ് അല്ലാഹു താക്കീത് നൽകുന്നത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, വാഹിലീക്കും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. കത്തിക്കാണുന്ന നരക കൊട്ടാരത്തിൽ നിന്ന് അല്ലാഹു വിളിച്ചു പറയുന്ന ആരെ? ഏയ് മുഅ്മിനീങ്ങളെ നിങ്ങളോടാണ്, മുഅ്മിനീങ്ങളെ നിങ്ങളോടാണ്, മാതാപിതാക്കളെ നിങ്ങളോടാണ്, ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ കുഞ്ഞനുജത്തിമാരെ ജ്യേഷ്ഠത്തിമാരെ നിങ്ങളോടാണ് അല്ലാഹുവിന്റെ വിളി. യാ അയ്യുഹല്ലദീന ആമനു. പക്ഷെ അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ എന്താ വിളിച്ചത്? യാ അയ്യുഹന്നാസ് എന്നാണ്, ജനങ്ങളെ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. പക്ഷെ ഒരു കൂട്ടം അംഗീകരിച്ചു, ഒരു കൂട്ടം അംഗീകരിച്ചില്ല. കൂടുതൽ ധാരാളം പേർ അല്ലാഹുവിനെ ആരാധിക്കുന്നവരുമുണ്ട്, അതേപോലെ കൂടുതലും ആളുകളുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷയുമുണ്ട്. പക്ഷെ അംഗീകരിച്ച മുസ്ലിം സമുദായത്തോട്, വിശ്വാസികളോട് അല്ലാഹുവിന്റെ വിളിയാണ്, ഏയ് ഞങ്ങൾ ശ്രദ്ധിക്കണേ, നരകത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഞങ്ങൾക്ക് ഒരു കരുതുന്ന കേവലം ചെറിയ നിസാരമായ ഒരു കാര്യമല്ല നരകം, അത് സാരമാണ്, അത് സാരമാണത്. നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ആ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. നരകത്തെ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല നമ്മളോട് വിളിച്ചു പറയുകയാണ്. നാളെ അവിടെ ചെന്നിട്ട് പിന്നെ പടച്ചവൻ എന്ന് ഞങ്ങളെ നരകത്തിലിട്ട് കളഞ്ഞല്ലോ, കത്തിച്ചു കളഞ്ഞല്ലോ എന്നൊന്നും പറയരുത്. ഇപ്പൊ അല്ലാഹ് ദയാലുവാണ്, കരുണയുള്ളവനാണ്, 70 മാതാക്കളെക്കാൾ സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതിനാ വിളിച്ചു പറയുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് കയ്യും കാലും പിടിച്ച വല്ലാഹി അല്ലാഹു സ്വീകരിക്കുകയായിരിക്കും. അവിടെ ചെന്നിട്ടെന്നല്ല, മരിക്കാറായി കിടക്കുമ്പോ കൈകാലം പിടിച്ചാലും ഒന്ന് സ്വീകരിക്കുക. ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നീ വിളിച്ചോ, നീ പറഞ്ഞോ, നീ ചോദിച്ചോ, നിന്റെ സകലമാന കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? നരകത്തിൽ കത്തിക്കുന്ന സാധനം എന്താ? വെറുതെ നമ്മുടെ ഇവിടുത്തെ ചൂട്ട്, കൊതുമ്പ്, ചുള്ളി, വിറക് ഒക്കെ വെച്ചാണോ അല്ലാഹു കത്തിക്കണത്? അവന് എളുപ്പമുണ്ടല്ലോ. അല്ലാഹു കത്തിക്കുന്ന എന്താ? രണ്ട് കാര്യമാണ് അല്ലാഹു നരകത്തിന് ആഹാരമായി നൽകുന്നത്. വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയുമാണ് അല്ലാഹു നരകത്തിലിട്ട് കത്തിക്കുന്നത്. അല്ലാഹു ദയയില്ലാത്തവനാണെന്ന് പറയരുത്. ഇപ്പൊ ദയയുള്ളവനാണ് അല്ലാഹു, ഇപ്പൊ ദയയുള്ളവനാണ് അല്ലാഹു, ഇപ്പൊ കരുണയുള്ളവനാണ് അല്ലാഹു. നീ കൊടും പാപം ചെയ്തവനാണോ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് നീ പശ്ചാത്തപിച്ച് മടങ്ങ്. വല്ലാഹി സത്യം പടച്ചവൻ നിനക്ക് മാപ്പ് തരും. പക്ഷെ മരിക്കുന്ന സമയത്ത് നീ തൗബ ചെയ്തിട്ട് അല്ലാഹുക്ക് ഒരു ഇഷ്ടവുമില്ല, അല്ലാഹുക്ക് ഒരു താല്പര്യവുമില്ല. പിന്നെ നീ നരകത്തിൽ പോയി കിടക്കുന്ന സമയത്ത് പടച്ച തമ്പുരാൻ നിന്നോട് ഒരു നിലയ്ക്കും ദയ ഉണ്ടാവില്ല. ഇപ്പൊ നീ ചോദിച്ചോ, അല്ലാഹു തആല അവിടെ ഉപയോഗിക്കുന്നത് റബ്ബർ തടിയല്ല, പറങ്കിമാവിന്റെ തടിയല്ല, ടാറല്ല, പെട്രോൾ അല്ല, ഡീസൽ അല്ല.
പിന്നെന്താ അള്ളാഹു മനുഷ്യന്റെ കൂട്ടത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്? അൽ ഹിജാറ, അൽ ഹിജാറ, കല്ല്, കല്ല്, കല്ല്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എന്തേ ഈ കല്ല് ഉപയോഗിക്കാൻ കാരണം? നരകത്തെ കുറിച്ച് കേൾക്കാത്തവരെ, നരകത്തെ കുറിച്ച് ശ്രദ്ധയിൽ കഴിയുന്നവരെ, നരകത്തെ കുറിച്ച് ചിന്തിക്കാത്തവരെ ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ. കേവലം ദുനിയാവിന്റെ ആഡംബരങ്ങളുടെ പിറകെ പോകുന്ന മുസ്ലിം സഹോദര, പരിശുദ്ധമായ റമളാനിലാണ് ഓണം. ആ റമളാനിന്റെ മാസത്തെ അവഗണിച്ചുകൊണ്ട് ഓണക്കച്ചവടത്തിന് വേണ്ടി നോമ്പ് കളയുന്ന മുസ്ലിം സഹോദര, ഓണക്കളിക്ക് കൂട്ടി നിൽക്കുന്ന മുസ്ലിം സഹോദര, ഗാനമേള സംഘടിപ്പിക്കുന്ന മുസ്ലിം സഹോദര, പവിത്രമേറിയ മഗ്ഫിറത്തിന്റെ മാസമായ റമളാനിനെ നീ ആദരിക്കാറുണ്ടോ? ആദരിക്കാറുണ്ടോ? മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയല്ലേ ഇത്? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഒരു സംഭവം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഈ മാസം ശഅബാനിന്റെ മാസമാണ്. ഈ ശഅബാനിന്റെ അവസാനത്തെ രാവിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഉഹ്ദുറുൽ മിമ്പർ, ഉഹ്ദുറുൽ മിമ്പർ. ഏ സഹാബാക്കളെ, നിങ്ങൾ എല്ലാവരും മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരേണമേ, മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരേണമേ. സഹാബാക്കൾ പറയുകയാണ്, ഒരിക്കൽ പോലും ഇല്ലാത്ത വിളിയാണിത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണത്. ഫഹളർനാ, ഞങ്ങൾ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോൾ, ക്ഷണിച്ചപ്പോൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തി. ആ പരിശുദ്ധ പ്രവാചകന്റെ ഹദ്റത്തിൽ പോയി ഞങ്ങൾ സന്നിഹിതരായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതാ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു പോയി, ആമീൻ. അല്ലാഹുവേ, നീ ഈ ദുആ സ്വീകരിക്കണമേ. രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു പോയി, ആമീൻ. പടച്ചവനെ, ദുആ നീ സ്വീകരിക്കണമേ. മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരുഭൂതനായ മുത്ത് ഹബീബ് തങ്ങൾ വീണ്ടും പറഞ്ഞു പോയി, ആമീൻ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണമേ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, പ്രവാചകന്റെ ദുആയാണ്. പ്രവാചകൻ ദുആ ചെയ്താൽ തട്ടിക്കളഞ്ഞ ചരിത്ര പാരമ്പര്യം ഇസ്ലാമിന്റെ താളുകളിലില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇതേ മിമ്പറിൽ ഖുതുബ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വറ്റിവരണ്ടുപോയ തടാകത്തിന്റെ ഓരത്ത് താമസിക്കുന്ന, വറ്റിവരണ്ടുപോയ കുളങ്ങളുടെയും കിണറുകളുടെയും ഓരത്ത് താമസിക്കുന്ന, ഉണങ്ങിക്കരിഞ്ഞുപോയ, വെള്ളമില്ലാതെ നശിച്ചുപോയ ഒരു ഗ്രാമവാസികളതാ കാട്ടറബികൾ ഓടി വരുന്നു. മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് ഓടി വന്നുകൊണ്ട് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ തങ്ങളെ നോക്കിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല നബിയേ, മഴയില്ല നബിയേ, ഞങ്ങളുടെ കുളം വറ്റിപ്പോയി നബിയേ, ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചുപോയി നബിയേ, ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം ചത്തുപോയി നബിയേ, ഞങ്ങളുടെ കുഞ്ഞുമക്കള് വെള്ളം കിട്ടാതെ കാലിട്ടടിക്കുകയാണ് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മമാരും പെങ്ങന്മാരും നിലവിളിക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ലോകത്തിന്റെ ഗുരുഭൂതനാണ്, കാരുണ്യത്തിന്റെ തിരുദൂതനാണ്. അങ്ങയുടെ മുബാറക്കായ കരങ്ങൾ പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് വളരെ ദൂരത്ത് നിന്ന് ഈ പരിശുദ്ധമായ മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തിയത്. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കണേ നബിയെ. കേൾക്കേണ്ട താമസം, മുബാറക്കായ കരങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണ്. ഏതൊരു നാട്ടിലാണോ വെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ഏതൊരു നാട്ടിലാണോ വെള്ളം കിട്ടാതെ കുഞ്ഞുമക്കൾ കാലിട്ടടിക്കുന്നത്, ഏതൊരു നാട്ടിലാണോ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത്, ഏതൊരു രാജ്യത്തിന്റെ ഉപജീവന മാർഗമായ കൃഷിയിടങ്ങളാണോ നശിച്ചു പോയത്, ഏതൊരു ഭൂമിയാണോ വറ്റി വരണ്ടു പോയി വെടിച്ചു കീറിപ്പോയത്, ആ നാട്ടിലേക്ക് പടച്ചവനെ എന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതിന് വേണ്ടിയും നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയും മദീന പട്ടണത്തിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ദുആ ചെയ്തപ്പോൾ അതാ കാർമേഘം ഒരുമിച്ച് കൂടുകയാണ്. അവിടെ താമസമില്ല, മറ്റൊരു ദിവസത്തേക്കാകാമെന്ന് അല്ലാഹു തീരുമാനിച്ചില്ല. എല്ലാ പ്രവാചകന്മാരെക്കാൾ
എല്ലാത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹബീബായ തങ്ങൾ, ആ തങ്ങൾ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ആ കരങ്ങൾ ശൂന്യമായി വെറുതെ താഴ്ത്തുന്ന സ്വഭാവമല്ല പടച്ച തമ്പുരാന്റേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ ദുആ സ്വീകരിച്ചു പോയി. ഭയങ്കരമായ നിലയിൽ അല്ലാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തു. ആ നാടിനെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിയുകയാണ്. കുളങ്ങൾ നിറയുകയാണ്, തടാകം നിറഞ്ഞുപോയി, കിണറുകളെല്ലാം നിറഞ്ഞുപോയി. മക്കള് കുടിച്ചു, ജനങ്ങൾ കുടിച്ചു. കൃഷിയിടങ്ങളെല്ലാം ഫലഭൂയിഷ്ഠിയുള്ളതായി മാറി, സമൃദ്ധമായ അന്തരീക്ഷമായി മാറി. പറ്റി വരണ്ട് വിണ്ട് കീറിപ്പോയ എല്ലാ ഭൂമിയെല്ലാം ആർദ്രതയോടുകൂടി തളർത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ മഴ നിൽക്കാത്ത സാഹചര്യമായി മാറിയപ്പോൾ ആ സഹാബാക്കൾ വീണ്ടും അതാ ഓടി വരികയാണ്. പരിശുദ്ധ പ്രവാചകന്റെ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇതേ അവസ്ഥ തുടർന്നു പോയാൽ ഞങ്ങളുടെ നാട് നശിച്ചു പോകും നബിയെ. അതുകൊണ്ട് തൽക്കാലം ഈ മഴ ഒന്ന് നിർത്തി തരൂ ഹബീബേ. സാറ്റലൈറ്റിന്റെ ലോകമല്ലേ ഇത്? കമ്പ്യൂട്ടറിന്റെ ലോകമല്ലേ ഇത്? ഇന്റർനെറ്റിന്റെ ലോകമല്ലേ ഇത്? പരിശുദ്ധ പ്രവാചകൻ ഇന്റർനെറ്റോ സാറ്റലൈറ്റോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ചൂണ്ടാണി വിരൽ കൊണ്ട് കാർമേഘത്തെ നിയന്ത്രിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ താൽക്കാലികമായി നിന്നു. വെയിലുമായി നബിയുടെ ഹദറത്തിലേക്ക് വന്ന സഹാബാക്കൾ മഴയുമായി തിരിച്ചുപോയി. മഴയുമായി നബിയുടെ ഹദറത്തിലേക്ക് വന്ന സഹാബാക്കൾ വെയിലുമായി തിരിച്ചുപോയി. ആരുടെ ദുആയുടെ ബർക്കത്ത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദുആയുടെ ബർക്കത്ത്. ആ ഹബീബായ തങ്ങളാണ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ കയറിയിട്ട് പറഞ്ഞത്, ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവേ ദുആ സ്വീകരിക്കണമേ, അല്ലാഹുവേ ദുആ സ്വീകരിക്കണമേ, അല്ലാഹുവേ ദുആ സ്വീകരിക്കണമേ. സഹാബാക്കളെല്ലാം പരസ്പരം നോക്കിയ, ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ എന്താ നിബിധങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തത്? നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ എത്രയോ ഖുത്ബായിലും എത്രയോ പ്രഭാഷണങ്ങളിൽ നമ്മൾ പങ്കെടുത്തവരാണ്, പക്ഷെ ഇന്ന് വരെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ല. എന്ത് സംഭവിച്ചു? നോക്കുകയാണ് സഹാബാക്കൾ. പക്ഷെ ആരും ഒന്നും മിണ്ടിയില്ല. എന്താ സംഭവിക്കുന്നത്? ആമീനൊക്കെ പറയുന്നത് കേട്ടു, എല്ലാം പറഞ്ഞു കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു. ഫലമ്മാ നസല മിനൽ മിമ്പർ, മിമ്പറിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഫഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ചോദിച്ചു പോയി. സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈആ മാ കുന്നാ നസ്മഉഹു യാ റസൂലല്ലാഹ്. ഇന്നേ വരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണ് ഹബീബേ, അങ്ങയുടെ നാവിൽ നിന്ന് ഇന്ന് ഞങ്ങൾ കേട്ടത്. എന്താണ് ഹബീബേ അതിന്റെ അർത്ഥം? ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ? തങ്ങളുടെ സ്വഹാബാക്കൾ ചോദിച്ചു. എന്ത് പേക്കോലത്തിനും കൂട്ടുനിൽക്കുന്നു അവർ മനസ്സിലാക്കട്ടെ ഈ ദുആ എന്താണെന്ന പേരിൽ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലഖദ് സമിഅനാ ഖറലഹു. ജിബ്രീൽ ദുആ ചെയ്യുകയാണ്, എന്നെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ മാസമല്ലയോ റമദാൻ? ഏത് പാപികളുടെയും പാവങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ, കേണപേക്ഷിച്ചാൽ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് ആവലാതിപ്പെട്ടാൽ അവന് വേണ്ടി മഗ്ഫിറത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന മാസമല്ലയോ റമദാൻ? ആ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും സ്വർഗ്ഗത്തിൽ നിന്നും അവൻ വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഏ സഹാബത്തെ, ഞാൻ പൊട്ടിപ്പോയി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പടച്ചവനെ, എന്റെ ഉമ്മത്തിനെതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറയുകയോ? വിധങ്ങൾ നമ്മൾ ദുഃഖിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ നമ്മൾ വേദനിക്കുന്നത് നബിതങ്ങൾക്ക് അസഹ്യമായിരുന്നു.
ആ പ്രവാചകന്റെ അടുക്കൽ വെച്ചാണ് ജിബ്രീൽ എന്ന മാലാഖ ദുആ ചെയ്യുന്നത്. ബഅദ മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. പരിശുദ്ധമായ റമളാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപത്തിനും അല്ലാഹുവിന്റെ കോപത്തിനും വിധേയമാകട്ടെ, കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ, സ്വർഗത്തിന്റെ സുഗന്ധത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട മാലാഖയായ ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ സഹാബത്തെ ഫഖുൽതു ഞാൻ പറഞ്ഞു പോയി ആമീൻ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണം. ആർക്ക് വേണ്ടിയാ? ആർക്കെതിരെയാ? റമളാൻ മാസത്തില് ഓണം കളി ആഘോഷിച്ചോ, ഗാനമേള സംഘടിപ്പിച്ചോ, പരിപാടിക്ക് കൂട്ടുനിന്നോ? ഇവിടെ കഴിഞ്ഞ റമളാനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഉമ്മമാര് താത്താമാരടക്കം റമളാനിൽ നോമ്പും പിടിച്ചോണ്ട് തസ്ബീഹ് കൊണ്ട് ഗാനമേള കണ്ട് നല്ല ചിരിക്കുന്നു. എന്തിനാ എന്റെ താത്ത ഇങ്ങനെ നടക്കണം? അള്ളാഹെ കളിയാക്കാൻ നടക്കണം. എന്തിനാ ഇത്? പരിശുദ്ധമായ റമളാനിന്റെ മാസം അന്ന് ഒരു പ്രതീക്ഷയില്ലാതെ മഹത്വമില്ലാതെ കുടിച്ചു കൂത്താടി നടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ. ഇവന്റെയും മയ്യത്ത് അടക്കേണ്ടത് പള്ളിക്കാട്ടിലല്ലേ? ഇവനും മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ടത് നമ്മളല്ലേ? മദ്യപിക്കുന്നവരെ കുറിച്ച് എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? നീ ഉദ്ദേശിക്കുന്ന ഒരു രസമാണല്ലേ? ഇതൊരു രസമാണ്. കുടിച്ചോ കുടിച്ചോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പരീക്ഷ ഹാളല്ല, അല്ലാഹ് ഒന്നും മിണ്ടൂല. കുടിച്ചോ കുടിച്ചോ കുടിച്ചോളൂ. ഇപ്പൊ നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജാമ്യത്ത് കടക്കാൻ ആളുണ്ട്, അടിക്ക് തടയിടാൻ ആളുണ്ട്. പക്ഷെ ഒരു ദിവസം എല്ലാ റൂമൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് കുപ്പി എടുക്കാനും പൊട്ടിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ എന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു മൂടി എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയൊക്കെ ഇട്ട് മൂടി ക്ലീൻ ചെയ്ത് അള്ളാന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂലേ? ആ സമയത്ത് ആരും കാണില്ല. അന്നേരം അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നേരം മദ്യപിക്കുന്നവരെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജൂ വഇൻ മരിമ ഫലാ തഊദൂ വഇൻ മാത ഫലാ തുസല്ലൂ അലൈഹി ഔ കമാ ഖാല അലൈഹിസ്സലാം. എന്താ സുഹൃത്തെ, നിനക്ക് ഒരു രസത്തിന് വേണ്ടിയായിരിക്കാം നീ കുടിക്കുന്നത്. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും കുടിക്കുകയല്ലേ? 10ാം ക്ലാസ്സിൽ ഇന്റർവെല്ല് വിടുമ്പോൾ ഒരുമിച്ച് പോയിരുന്ന് ഏതെങ്കിലും ഒരു കാട്ടിലോ പാറപ്പുറത്തോ പോയിരുന്ന് കുടിക്കാറില്ലേ? ഒരു രസമായി പോയി, ഒരു കളിയായി പോയി, ഒരു തമാശയായി പോയി. അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ ഗൗരവം നമ്മുടെ മുന്നിൽ എടുത്ത് പറയുകയാണ്. മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജൂ. ആരൊരാൾ കള്ള് കുടിക്കുന്നുവോ മദ്യപിക്കുന്നുവോ അവനുമായുള്ള വിവാഹ ബന്ധം നിനക്ക് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. കള്ളു കുടിക്കുന്നവനെ മദ്യപാനിയെ നീ വിവാഹം കഴിക്കരുത്. മദ്യപിക്കുന്നവന്റെ വീട്ടിൽ നിന്ന് നീ വിവാഹാലോചന എടുക്കരുത്. മദ്യപാനം നിഷിദ്ധമാണ്, ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാത്തവനുമായുള്ള ചങ്ങാത്തമേ നമുക്ക് വേണ്ട എന്ന് നമ്മോട് പഠിപ്പിച്ചത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും പഠിപ്പിച്ച ഗുരുനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തീർന്നില്ല. ഏതൊരു മനുഷ്യൻ രോഗിയായാൽ അവനെ പോയി സന്ദർശിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലി എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ ഏത് സഹോദരങ്ങൾ മദീനയുടെ ഏത് അറ്റത്തായാലും ഏത് മൂലയിലായാലും ഏത് കോണിലായാലും ആര് രോഗിയായി കിടക്കുന്നുവോ നടന്നുപോയി അവരെ സംരക്ഷിക്കുമായിരുന്നു, അവരെ സന്ദർശിക്കുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ നബി തങ്ങൾ നടന്നു പോകുമായിരുന്നു. രോഗിയുടെ അടുക്കൽ പോയിരുന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു, സമാധാനത്തിന്റെ വാക്ക് പറയുമായിരുന്നു, അവരെ തലോടിക്കൊണ്ട് രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മദ്യപിച്ച് ലക്കുകെട്ട് രോഗം പിടിപെട്ട് കരളിന് രോഗം പിടിപെട്ട് ക്യാൻസർ ബാധിച്ച് കരൾ ഉരുകി ചാവാൻ കിടക്കുന്ന മദ്യപാനി രോഗിയായി കിടന്നാൽ ഫലാ തഊദൂ, അവനെ സന്ദർശിക്കാൻ നിങ്ങൾ പോകണ്ട മക്കളെ, പോകണ്ട മക്കളെ. ഗൗരവം മനസ്സിലാക്കി
മനസ്സിലാക്കി സുഹൃത്തുക്കളെ, ഗൗരവമായി. അവിടെ അത്തായാലും അത്തത്തായാലും വാപ്പായാലും ഉപ്പായാലും ആരായാലും മദ്യപിച്ച് രോഗം പിടിപെട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നാൽ അവനെ നീ സഹായിക്കാനോ കാണാനോ പോകണ്ട. ഏതെങ്കിലും ഒരു മദ്യപാനിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തൊരുത്തവർ സഹായിച്ചാൽ ദീനിനെ നശിപ്പിച്ചവന് തുല്യനാണെന്ന് പ്രവാചകന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മദ്യപാനിക്ക് 1 രൂപ കടം കൊടുത്ത് സഹായിച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും കൊന്നതിന് തുല്യനാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 1 രൂപ കൊടുത്ത് സഹായിക്കുന്നവന്, മദ്യപാനിക്ക് 1 രൂപ കൊടുത്ത് സഹായിക്കുന്നവന് അമ്പിയാക്കന്മാരെ ഒക്കെ കൊന്നവന്റെ കൂലി. നഊദു ബില്ലാഹ്. നമ്മളെ സഹായിക്കുക, എന്താ ചെയ്യാ? എങ്ങനെ സഹായിക്കാതിരിക്കുക ഉസ്താദെ? ജോലിക്ക് വരണമെങ്കിൽ ഇവന്മാര് വാട്ടർ സപ്ലൈ അടിക്കാതെ ഇവന്മാര് ജോലിക്ക് വരില്ല. നമ്മൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് നമുക്കറിയില്ല. അത് നിങ്ങളുടെ മസല. അതിന് നിങ്ങൾ മസല കണ്ടെത്തിക്കൊള്ളണം. അത് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവൻ ഇത് അകത്തോട്ടിറങ്ങിയാലേ ഇവൻ മരത്തിന് മുകളിൽ കയറാൻ ഇവനെ കൊണ്ട് പറ്റുള്ളൂ. അല്ല ഇവൻ നമ്മളിപ്പോ എന്ത് ചെയ്യാ? ഇവന്മാരില്ലെങ്കിൽ പണിക്കാരില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഉസ്താദെ കൊടുക്കാതിരുന്നാൽ അത് നിങ്ങളുടെ മസല, ഇസ്ലാമിന്റെ നിയമമാണ് ഈ പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ മസല, അത് നിങ്ങളുടെ സ്വന്തം. നമ്മുടെ നാട്ടുകാരെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടത് ദീൻ നടത്താൻ പറ്റൂല. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിരുന്നാണ് ദീൻ. നമ്മുടെ ഇഷ്ടാനുസരിച്ചല്ല ദീൻ. നമ്മുടെ ഇഷ്ടാനുസരിച്ചല്ല ദീൻ. അള്ളാഹുവിനെ റസൂലിനെയും ഭയപ്പെടുന്നവർക്ക് ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ പറയാറുള്ളത്. അള്ളാഹുവിനെ റസൂലിനെയും ഭയപ്പെടുന്നവർക്ക്. ബാക്കിയുള്ള ഈ യുക്തിപരമായ ചിന്ത കൊണ്ട് കാര്യങ്ങൾ നീക്കുക, അത് നിങ്ങൾ അള്ളാഹുവുമായിക്കൊള്ളി. അള്ളാഹു തആല പറയുന്നു, وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുവും റസൂലും ഏതൊരു സത്യവിശ്വാസിക്കും ഏതൊരു സത്യവിശ്വാസിനിക്കും ഏതൊരു നിയമം ഇവിടെ പാസാക്കിയോ അതിനെ അതിര് കടന്നുകൊണ്ട് മറ്റൊരു നിയമം പാസാക്കാൻ സൃഷ്ടിവർഗമേ നിങ്ങൾക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെയെങ്ങാണ് നിങ്ങൾ ചെയ്താൽ അവൻ വ്യക്തമായ വഴികേടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ഇഷ്ടത്തിനല്ല ദീൻ, അള്ളാഹിന്റെ റസൂലിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദീൻ. നമ്മുടെ ഇഷ്ടാനുസരിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഇഷ്ടാനുസരിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട. വീണ്ടും നബി തങ്ങൾ പറയുന്നു, അവൻ മരിച്ചാൽ നിസ്കരിപ്പിക്കരുത്. എന്താണ് ഗൗരവം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, സല്ലു അലാ കുല്ലി ബർരിൻ വഫാജിർ. നല്ലവരായാലും മോശപ്പെട്ടവരായാലും മരിച്ചാൽ അവന്റെ മേലെ അങ്ങോട്ട് നിസ്കരിപ്പിച്ചാല്. കാരണം അത് സുഹൃത്തുക്കളെ നിങ്ങളുടെ കടമയാണ്. പിന്നെ അവന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അതുകൊണ്ട് കള്ളുകുടിയനാണെങ്കിൽ ആത്മഹത്യ ചെയ്തവനാണെങ്കിലും മരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യാ? നമസ്കരിപ്പിക്കുക. സല്ലു അലാ കുല്ലി ബർരിൻ വഫാജിർ. അവൻ ചെയ്ത കുറ്റത്തിന് അവനും അള്ളാഹുമായി. ഇതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഇനിയെങ്കിലും അവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഈ മോശമായ സ്വഭാവത്തിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഖൈറുകൾ ചെയ്തു കൊടുക്കും. അതിനാണ് ഇത്രയും ഗൗരവത്തോടെ കൂടി പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. മനസ്സിലാക്കാൻ ആരും അതിന്റെ പേരിൽ ഖേദിക്കുകയോ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യാനല്ല വേണ്ടത്. നമ്മൾ ഖേദിച്ച് മടങ്ങുക. പ്രച്ചവനെ എന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച വന്നു, ഞാൻ അറിയില്ലായിരുന്നു, ഇത്രത്തോളം ഭയാനകതയാണ് അറിയില്ലായിരുന്നു, യാ അല്ലാഹ് നീ എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. തൗബ ചെയ്ത് മാറി സുഹൃത്തുക്കളെ, അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു കരുണയുള്ളവനാണ്. അതുകൊണ്ട് റമളാനിന്റെ മാസത്തിൽ ആ മാസത്തെ പോലും അവഗണിച്ചുകൊണ്ട് ബഹുമാനിക്കാതെ കുടിച്ചു കൂത്താടി കളി രസാനുഭൂതികളിൽ വിനോദങ്ങളിൽ പങ്കെടുക്കുന്നവരെ വല്ലാഹി സത്യം നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കുകയില്ല. റമളാൻ മാസത്തിൽ നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ മാപ്പാക്കിയില്ല എങ്കിൽ സ്വർഗ്ഗം നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോവുക? നരകത്തിലേക്കാണ് പോവുക. അതാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ നരകത്തെ ഒന്ന് സൂക്ഷിക്കണേ. അവിടെ കത്തിക്കുന്നത് മനുഷ്യരെ, പിഴച്ച മനുഷ്യരെ നിങ്ങളെയാണ്.
മനുഷ്യരെ കൊണ്ടങ്ങോട്ട് കടത്തിയിട്ട് കത്തിച്ചാൽ പോരാ, ആ കത്താൻ വേണ്ടി കുറച്ചുകൂടെ ഉഷാറ് കിട്ടി ഇവ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന ഉപാധിയാണ് കല്ല്. വിറകല്ല. ചൂടിന്റെ കാഠിന്യം കൂടുതൽ കല്ല് കത്തിക്കുമ്പോഴാണ്. വിറക് വെച്ച് കത്തിക്കുമ്പോഴൊന്നും വലിയ ചൂടൊന്നുമില്ല, പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും വലിയ ചൂടൊന്നുമില്ല. കല്ലിനെ കത്തിക്കുമ്പോൾ, മനുഷ്യന്റെ കൂട്ടത്തിൽ കല്ലിനെ ഇട്ട് കത്തിക്കുമ്പോഴാണ് ആ ചൂട് കൂടുതൽ അവൻ അനുഭവിക്കുകയുള്ളൂ, അവൻ മനസ്സിലാക്കുകയുള്ളൂ. അവിടെ മരിക്കൊന്നുമില്ല. നമ്മൾ കരുതുന്നത് ഇവിടെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും അറിയില്ല. തെറ്റ്. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ അവനത് വേദനയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കുത്തി പൊട്ടിക്കുമ്പോൾ അവന് വേദനയുണ്ടാകും. അവന്റെ ശരീരത്തിൽ ഈച്ച പറ്റിയാൽ അവന് വേദനയുണ്ടാകും, പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല. ആരാണ് ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന്, ആ കുളിപ്പിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഈ മയ്യത്തിന് അറിയാൻ കഴിയും. ആരാണ് അടുത്തിരിക്കുന്നത്, ആരാണ് ആരാണ് സംസാരിക്കുന്നതെന്ന് ഈ മയ്യത്തിന് അറിയാൻ കഴിയും, പക്ഷേ ഈ മയ്യത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. ഈ മയ്യത്തിനെ വേദനിപ്പിക്കുമ്പോൾ മയ്യത്തിന് അറിയാം വേദനയെടുക്കുന്നു, പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ ശരീരത്തെ പൊട്ടിച്ചു കീറുമ്പോൾ, കത്തിവെച്ച് കീറിക്കൊണ്ട്, ബഹുമാനമുള്ളവരെ, നികൃഷ്ടമായ നിലയിൽ ആ മൃതശരീരത്തെ വേദനിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് വേദന സഹിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കൂല എന്ന് നിങ്ങൾ കരുതണ്ട. ഏതൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞോ ആ മരണപ്പെട്ട വ്യക്തിയുടെ മയ്യത്ത് നമസ്കരിപ്പിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ച് അവിടെ നിന്ന് 7 ചുവട്ടടി മാറേണ്ട താമസം ഈ ദുനിയാവിൽ ഏത് ജീവനോടെയാണോ നാം കഴിഞ്ഞുകൂടിയത്, അതേപോലെ അല്ലാഹു അവന്റെ റൂഹിനെ അല്ലാഹു തആല ആ ഖബറിൽ മടക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ എങ്ങനെയാണോ നമ്മളിപ്പോ ജീവിച്ചത്, എങ്ങനെയാണോ നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നത്, എങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നു, എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു, ഇതേപോലെ ഖബറിനകത്തേക്ക് കൊണ്ടുവച്ചിട്ട് അവിടുന്ന് 7 ചുവട്ടടി ഇങ്ങോട്ട് മാറിയാൽ മലക്കുകൾ വന്നുകൊണ്ട് അവനെ കുത്തി ഇരുത്തിയിട്ട് ചോദിക്കും. അപ്പൊ അവൻ മനസ്സിലാക്കും, പഠിച്ചവനെ ഞാൻ എത്തിയോ? ആരുമില്ല മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ഒക്കെ മണ്ണും കട്ടയും കല്ലും അല്ലാതെ വേറെ ആരുമില്ല. ഭീകരന്മാര് 2 പേര് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കും, എഴുന്നേറ്റ് ചാടാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സൂക്ഷിച്ചോ, ഞാൻ കത്തിക്കുന്നത് കല്ലാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഈ ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുമ്പോൾ പച്ചവെള്ളം തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചൂടിന്റെ സെൽഷ്യസ് കേവലം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഈ വെള്ളം തിളയ്ക്കും, അരി തിളയ്ക്കും, കറി വെക്കാൻ വേണ്ടി കറി തിളയ്ക്കും. നമ്മൾ പാചകം ചെയ്യുന്ന ആഹാരം തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് മതി. 100 ഡിഗ്രി സെൽഷ്യസ്. ഇരുമ്പ് ഉരുകണമെങ്കിൽ 300ഓളം ഡിഗ്രി സെൽഷ്യസ് വേണം. പ്ലാറ്റിനം ഉരുക്കണമെങ്കിൽ 1200ഓളം ഡിഗ്രി സെൽഷ്യസ് വേണം. പക്ഷേ കല്ല് ഉരുക്കണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? ഒരു ചെറിയ കഷണം കല്ല് ഉരുകണമെങ്കിൽ, ഉരുകി കത്തണമെങ്കിൽ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. എത്ര? 100 ഡിഗ്രി വെള്ളത്തിൽ തിളച്ച ഈ ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിലെങ്ങാനും വീണാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം എല്ലാം ഉരുകി പോയി, സംഭവം തീർന്നു. നമ്മൾ കത്തിക്കുന്ന, ഇവിടുത്തെ കത്തിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയി ചിതയിൽ വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 100 ഡിഗ്രി ചൂട്, ഈ ചൂടില് ശരീരം എങ്ങാനും കത്തി ഉരുകിപ്പോയാൽ മെഡിക്കൽ കോളേജിൽ പോയാൽ ഡോക്ടർ പറയും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. പരിശ്രമിച്ചു നോക്കാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത് 100 ഡിഗ്രി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാറുക്കും ഹാദിഹി, നിങ്ങളിപ്പോൾ കത്തിക്കുന്ന ഈ തീയുണ്ടല്ലോ എന്റെ സഹോദരിമാരെ, നിങ്ങളാണല്ലോ തീയുമായി കൂടുതൽ ബന്ധപ്പെടുന്നത്. റമളാനിന്റെ മാസത്തിൽ കണ്ണിനെ സൂക്ഷിക്കണേ, കാതിനെ സൂക്ഷിക്കണേ, നാവിനെ സൂക്ഷിക്കണേ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചായ കാച്ചുന്നതിന് വേണ്ടി, ആഹാരം
ചോറ് വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ കത്തിക്കുന്ന ഈ തീയുണ്ടല്ലോ, നബി തങ്ങൾ പറയുകയാണ് നാറുകും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്ആ, നരകത്തിലെ 70ന്റെ 1% ഒരു അംശം മാത്രമാണ് നിങ്ങൾ ഇവിടെ കത്തിക്കുന്ന തീ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഖാലു സഹാബാക്കൾ പറഞ്ഞു പോയി വഇന്നഹാ ലകാഫിയ യാ റസൂലല്ലാഹ്, നബിയേ ഇത് തന്നെ ധാരാളമാണല്ലോ നബിയേ, ഈ തീ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ നബിയേ, ഈ തീയിലെങ്ങാനും ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ വീണു പോയാൽ ഉരുകി ചാമ്പലായി കത്തിച്ചാമ്പലായി പോകുമല്ലോ നബിയേ, അതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണല്ലോ യാ റസൂലല്ലാഹ് എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇല്ല ഫുള്ളിലത് അലൈഹിന്ന ബിതസ്അതിൻ ജുസാ, 69 ഇരട്ടി കൂടി ഇതിനോടൊപ്പം അധികരിപ്പിച്ചുകൊണ്ടാണ് നരകവാസിയെ കത്തിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞു പോയി, അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോയി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തീക്ക് ചൂട് കൂടുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല കല്ലിനെ ഉപയോഗിക്കുന്നത്. വഖൂദുഹൻ നാസു വൽ ഹിജാറ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നരകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, നരകത്തിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറഞ്ഞ് കഴിച്ചിലാകാൻ നമ്മൾ നോക്കണ്ട, നമ്മൾ ദുആ ചെയ്യാം, പക്ഷേ പ്രവർത്തിക്കുകയും കൂടെ വേണം. ചൂട് നാളെ മുതൽ ചൂടുള്ള കുടിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് ചൂടുള്ള കുടിക്കുമ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ കൊന്നോർത്തോ, ഇത് നരകത്തിന്റെ 70ന്റെ 1% 69 വർദ്ധിപ്പിക്കും, 69 വർദ്ധിപ്പിക്കും. ഇത് തന്നെ സഹിക്കാൻ വയ്യ, ഇത് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, ഇത് തന്നെ ഭയങ്കരമാണ്. ഈ തീയിൽ കിടന്നു പോയാൽ നശിച്ചത് തന്നെ. മരിച്ചു പോവോ? ഇല്ല. മരിച്ചു പോകുമോ? ഇല്ല. ആ നരകവാസികളോട് അല്ലാഹു തആല കൽപ്പിക്കുന്ന കൽപ്പന എന്താണ്? ലാ യുഖളാ അലൈഹിം ഫയമൂതു, മരിച്ചു പോകുവിൻ നരകവാസികളെ എന്ന് അവരോട് വിധി നൽകപ്പെടുകയില്ല. പറഞ്ഞാല് മരിക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാഹ്, മരിക്കുകയില്ല എന്നർത്ഥം. ലാ യുഖളാ അലൈഹിം ഫയമൂതു, മരിക്കുക മാത്രമല്ല, മരിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ നരകത്തിന്റെ ശിക്ഷകളിൽ ഒരൽപ്പം പോലും അല്ലാഹു ഇളവ് ചെയ്ത് തരികയുമില്ല. സഹാബാക്കള് നരകവാസികൾ പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു ഈ നരകവാസികൾ തീയിൽ കിടന്ന് വെന്തു ഉരുകുമ്പോൾ പരസ്പരം പറയും അത്രേ, ഈ ദുനിയാവിൽ അല്ലാഹുവേ ഞങ്ങളെ കത്തിച്ച തീയെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ലനാമോ ഫീഹാ, ആ തീയിൽ കിടന്ന് അവർ ഉറങ്ങുമായിരുന്നു. നരകത്തിലെ തീയെങ്ങാനും ആ തീ സഹിക്കവയ്യാതെ ശരീരം മൊത്തം കാർന്ന് തിന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ നരകവാസികളെ വിളിച്ചു പറയും, ദുനിയാവിൽ ഇപ്പോൾ നമ്മൾ കത്തിക്കുന്ന ഈ തീയെങ്ങാനുമായിരുന്നെങ്കിൽ അതിലൊന്ന് കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ അല്ലാഹ്. ഇന്നഹാ തർമി ബിശററിൻ കൽഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ലോകമേ ഒന്ന് പഠിക്കണേ, മനസ്സിലാക്കണമേ. നരകത്തിന്റെ തീയുടെ പൊരി ഉണ്ടല്ലോ, തീ പൊരി ഇങ്ങനെ പാറി പറന്നു പോകുന്ന പൊരിയുണ്ടല്ലോ. ഇന്നഹാ തർമി ബിശററിൻ കൽഖസ്ർ, വലിയ ഒരു കൊട്ടാരം ഇങ്ങനെ ഉയർന്നു പോകുന്നത് പോലെ നബിയെ താങ്കൾക്ക് കാണാൻ കഴിയും. അതിങ്ങനെ ഉയർന്നു പറന്നു പോകും. കഅന്നഹു ജിമാലത്തുൻ സുഫ്ര, മഞ്ഞ അലങ്കാര ഒട്ടകങ്ങൾ കുതിച്ചു പായുന്നത് പോലെ നരകത്തിന്റെ തീപ്പൊരികൾ ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും. യാ റസൂലല്ലാഹ്, കൊട്ടാരം പോലെയാണ്, കോട്ട പോലെയാണ്, അങ്ങേക്ക് കാണാൻ കഴിയും. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك
ثبورا لا تدعوا اليوم ثبورا واحدا وادعوا كثيرا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا നരകവാസികളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിന്റെ ക്ഷോഭവും ഇരമ്പലും കേൾക്കാൻ കഴിയും വൈദാ ഉൽഖൂ മിൻഹാ മകാനൻ ളയ്യിഖൻ മുഖറനീന ദഅൂ ഹുനാലിക സുബൂറാ അവന്റെ കൈകാലുകൾ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുമ്പോൾ അത് താങ്ങവയ്യാതെ സഹിക്കവയ്യാതെ അല്ലാഹുവേ എന്നെ നശിപ്പിച്ച് കളയണമേ, കൊന്നു കളയണമേ, എന്റെ ജീവൻ അപഹരിക്കണമേ, എന്റെ ജീവൻ എടുക്കണമേ, നശിപ്പിക്കണമേ, മരിപ്പിക്കണമേ എന്ന് അവൻ നിലവിളിക്കുമ്പോൾ അല്ലാഹു പരിഹാസരൂപേണ അവനോട് പറയും ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദാ വദ്ഉ സുബൂറൻ കസീറാ. ഒരു പ്രാവശ്യം മരിപ്പിച്ച് കളയുന്ന നീ പറയണ്ട, ഒരുപാട് പ്രാവശ്യം മരിപ്പിക്കണമേ എന്ന് നീ നിലവിളിച്ചോ. പക്ഷേ നിന്റെ നിലവിളി കേൾക്കാൻ ഇന്ന് ഞാൻ സന്നദ്ധനല്ല. വിളിച്ചോ, കളിയാക്ക അല്ലാഹു തആല. ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കസീറ. ഇഷ്ടംപോലെ മരിച്ച പ്രാവശ്യം ചാവാൻ വേണ്ടി പറഞ്ഞു, കേൾക്കാനില്ല. അല്ലാഹു കേൾക്കില്ല. ആഹാരത്തിന് വേണ്ടി നിലവിളിക്കും, വെള്ളത്തിന് വേണ്ടി നിലവിളിക്കും, ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി നിലവിളിക്കും. ഇവിടെയും നമുക്ക് വിശപ്പുണ്ട്, ഒന്ന് ഓർക്കണേ, നരകത്തെ കുറിച്ചൊന്ന് ഓർക്കണേ എന്റെ സഹോദരി സഹോദരങ്ങളെ. ഈ ദുനിയാവ് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും, നശ്വരമാണ്, മരിച്ചു പോകും. ഈ ലോകത്തിന്റെ വെളിച്ചത്തിന് തിരശീല വീണു പോകും. ഇന്ന് നമ്മുടെ സൗന്ദര്യമെല്ലാം ഈ സൗന്ദര്യത്തിന്റെ മുകളിൽ പാമ്പുകളും തേളുകളും കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ ഉണ്ടക്കണ്ണുകളെല്ലാം ലിപ്സ്റ്റിക് പുരട്ടുന്ന ചുണ്ടുകളെല്ലാം അറ്റുപോകും, അതെല്ലാം ദ്രവിച്ചു പോകും, പുഴുവരിച്ചു പോകും. അതൊന്നുമില്ലാത്ത ഒരു തലയോട്ടിയായി പാമ്പുകളുടെയും തേളുകളുടെയും ആഹാരമായി മാറുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന കാര്യം ഓർത്തുകൊണ്ട് റമളാനിനെ വരവേൽക്കണേ. പലിശ വാങ്ങുമ്പോൾ അതൊന്ന് ഓർക്കണേ, മദ്യപിക്കുമ്പോൾ അതൊന്ന് ഓർക്കണേ, ചീട്ട് കളിക്കുമ്പോൾ അതൊന്ന് ഓർക്കണേ, ലോട്ടറി എടുക്കുമ്പോൾ അതൊന്ന് ഓർക്കണേ, പള്ളിയിൽ നമസ്കരിക്കാതെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഇതൊന്ന് ഓർക്കണേ. അല്ലാഹുവിനെ പേടിച്ചാൽ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് നിന്നെ നാം രക്ഷപ്പെടുത്താം. നരകവാസികൾ നരകത്തിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ആഹാരത്തിന് വേണ്ടി പടച്ച തമ്പുരാനോട് ചോദിക്കുകയാണ്, ആഹാരത്താ يشوي الوجوه بئس الشراب وساءت مرتفقا ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ثم صبوا فوق رأسه من
മിൻ അദാബിൽ ഹമീം. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ നിലവിളിക്കുമ്പോ ഇവിടെ 100 പേര് സഹായിക്കാനുണ്ട് സഹോദര. നമ്മുടെ കുഞ്ഞുമക്കളെ പട്ടിണി കിടക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുകയില്ല, ഒരു ഉപ്പയും ഉമ്മയും തയ്യാറാവുകയില്ല. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന ആഹാരം വാങ്ങിക്കൊടുക്കാൻ അവർ തയ്യാറാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദര, നമ്മുടെ അവസാനം അന്ത്യനിമിഷം മോശമായി നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നതെങ്കിൽ, അവിടുത്തെ ആഹാരത്തിന് വേണ്ടി വിശക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ദാഹിച്ച് 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 കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ഒരു തുള്ളി ജലനീർ തുള്ളിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അവൻ സഹായം തേടുകയാണ്. പടച്ചവനെ, ഒരിറ്റ് ജലം തന്നെ സഹായിക്കണേ അല്ലാഹ്. വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി അവൻ തുടിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി ആവലാതിപ്പെടുമ്പോൾ, വെള്ളത്തിന് വേണ്ടി വെപ്രാളപ്പെടുമ്പോൾ, ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നൽകപ്പെടുക. അവന്റെ മുഖത്തേക്ക് അത് കോരി ഒഴിക്കപ്പെടുകയും അവന്റെ മുഖം കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ മോശമായ വെള്ളമാണത്, മോശമായ വെള്ളമാണത്. അവന്റെ ശരീരമാസകലം ഉരുക്കിക്കളയുന്ന വെള്ളമാണത്. ദുരന്തം പിടിച്ച സ്ഥലമാണത്. അവിടുത്തെ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ. ചൂടുവെള്ളം കുടിക്കാൻ നമുക്ക് കഴിയുമോ? ചൂടുവെള്ളത്തിന്റെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചായയുടെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചോറ് കുടിക്കാൻ കഴിയുമോ? ഇല്ല എങ്കിൽ സഹോദര, തിളച്ചു മറിയുന്ന ഉരുകിയ ലോഹത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ പരിസരത്ത് പോലും പോകാൻ കഴിയാത്ത നമുക്ക് അല്ലാഹു തആല ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നമ്മളെ കുടിപ്പിക്കുക, ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തരും. നമ്മളെ അല്ലാഹു വേദനിപ്പിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് രക്ഷയില്ലാതെ വരുമ്പോൾ ഈ നരകവാസികൾ സ്വർഗ്ഗവാസികളെ നോക്കിക്കൊണ്ട് വിളിച്ചു പോവുകയാണ്, വിളിച്ചു പോവുകയാണ്. എത്രയെത്ര സഹോദരങ്ങൾ, സഹപ്രവർത്തകരാണ് ദുനിയാവിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞുകൂടിയത്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരുപറ്റം സുഹൃത്തുക്കൾ നരകവാസികളായി മാറിയെങ്കിൽ അവർ നരകവാസികളായി നിന്നുകൊണ്ട് സ്വർഗക്കാരോട് വിളിച്ചു ചോദിക്കുകയാണ്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുകയാണ്, അന്നഫീമു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് നമ്മുടെ ദുനിയാവിലെ സുഹൃത്തുക്കൾ സ്വർഗത്തിൽ കിടക്കുമ്പോ അവരെ വിളിച്ച് നമ്മൾ കേണപേക്ഷിച്ച് യാചിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. വെള്ളവും ആഹാരവും നിങ്ങളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു ഹറാമാക്കിയ ആ വെള്ളം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല സഹോദര, തരാൻ കഴിയില്ല സഹോദര എന്ന് സ്വർഗവാസികൾ പറയുമ്പോൾ ഇവന്റെ വെപ്രാളത്തിന് പരിഹാരമായി അല്ലാഹു അവന് നൽകുന്ന ആഹാരം എന്തെന്നറിയുമോ? ഇന്ന ശജറത സഖൂം. സഖൂം എന്ന വൃക്ഷത്തിന്റെ മുള്ളാണ് അവന് നൽകുക. തആമുൽ നസീം. പാപികളുടെ ആഹാരമാണത്. റമളാനിനെ ആദരിക്കാത്തവന്റെ ആഹാരമാണത്. കള്ളുകുടിയന്മാരെ, മദ്യപാനികളുടെ നിങ്ങളുടെ ആഹാരമാണത്. ലോട്ടറി എടുക്കുന്നവരെ, കച്ചവടക്കാരെ, അതിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ, അതിൽ നിന്ന് തൗബ ചെയ്തില്ല എങ്കിൽ അവരുടെ ആഹാരമാണത്. ആത്മഹത്യ ചെയ്യരുതേ, ആത്മഹത്യ ചെയ്യരുതേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെയും അന്ത്യം മോശമായിരിക്കും. പലിശ വാങ്ങരുതേ, കൊടുക്കരുതേ. പണയം വെച്ചിട്ട് പലിശ കൊടുക്കരുതേ, അതും തെറ്റാണ് സഹോദരിമാരെ. നമ്മൾ കരുതും പലിശ വാങ്ങൽ മാത്രമാണ് തെറ്റ്, പലിശ കഴിക്കൽ മാത്രമാണ് തെറ്റ്, അതല്ലാതെ കൊടുക്കൽ തെറ്റില്ല എന്ന് നമ്മൾ കരുതുമെങ്കിൽ സഹോദര സഹോദര സഹോദര,
പലിശ വാങ്ങരുത്, അത് എഴുതരുത്, അതിനുവേണ്ടി കൂട്ടു നിൽക്കരുത്, അതിനുവേണ്ടി ഫൈനാൻസ് ഒരുക്കി കൊടുക്കാൻ നിൽക്കരുത്. പണയത്തിന്റെ രസീത് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി പലിശ അടയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ പലിശയില്ലാത്ത പണയം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. വാങ്ങിയാലും തിന്നാലും കൊടുത്താലും എഴുതിയാലും കൂട്ടു നിന്നാലും പലിശയുടെ പൈസ എടുക്കുന്നതിന് ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയി ബാങ്കിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും ഇവനെല്ലാവരും ഇതിൽ സമന്മാരാണ്. അതിൽ നിന്ന് പിന്തിരിയാത്ത പക്ഷം അവന് നാളെ കൊടുക്കുന്ന ആഹാരമാണ് പാപികളുടെ ആഹാരമാണത്. വ്യഭിചാരികളുടെ ആഹാരമാണത്. അയൽപക്കക്കാരായ സഹോദരൻ ഗൾഫിലേക്ക് പോകുമ്പോൾ അയൽപക്കക്കാരിയുമായി ചൈനാട്ടമുണ്ടാക്കിയിട്ട് പാവപ്പെട്ട സഹോദരൻ മരുഭൂമിയിൽ ചോര ചോരാക്കി കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ ഭാര്യയും സന്താനങ്ങളെയും പോറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി അവന്റെ ചോരയുടെ അംശം ഈ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് റീചാർജ് ചെയ്തു കൊടുത്ത് മൊബൈൽ ഫോണിലൂടെ അന്യ ഒരു പുരുഷനെ തന്റെ ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് പാതിരാ സമയത്ത് ക്ഷണിക്കുന്ന പെണ്ണെ, നിനക്ക് അല്ലാഹു നൽകുന്ന ആഹാരമാണ് വൃക്ഷത്തിന്റെ സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുള്ള്. ആ മുള്ള് പാപികളുടെ ആഹാരമാണ് പെണ്ണെ, പാപികളുടെ ആഹാരമാണ് പെണ്ണെ. ഇസ്ലാമിക പൈതൃകമുള്ള മുസ്ലിം ചെറുപ്പക്കാരി പെണ്ണ് സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജ് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കളുമായി ചൈനാട്ടം ഉണ്ടാക്കിക്കൊണ്ട് അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും കുരിശ് കവലുകളുടെയും ബുദ്ധവിഹാരത്തിന്റെയും ഗുരുദ്വാരയുടെയും മുന്നിൽ പോയിട്ട് ഇസ്ലാമിക പാരമ്പര്യമുള്ള പെണ്ണ് ഇസ്ലാമിക ചൈതന്യത്തെ എന്നേക്കുമായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് കേവലം ക്ഷണികമായ ഒരു സുഹൃത്തിന് വേണ്ടി മുസ്ലിം സഹോദരനെ തന്റെ ഇണയാക്കി സ്വീകരിക്കുന്ന നാണംകെട്ട മുസ്ലിം സഹോദരിമാരെ, പെണ്ണെ, നിന്റെ ഈ ഹറാമിയത്തിന്റെ ദാമ്പത്യ സുഖം ഒരു സമയം അസ്തമിച്ചു പോകും പെണ്ണെ. നിന്റെ ചോരയും നീരും അവൻ ഊറ്റിക്കുടിച്ചതിന് ശേഷം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ പുറമ്പോക്കിലോ അവൻ വലിച്ചെറിഞ്ഞിട്ട് നിന്നെ അവൻ ഒഴിവാക്കിയിട്ട് അവൻ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോ നീ ചച്ച് വെറും ശരീരവുമായി ആറടി മണ്ണിലേക്ക് പോകുമ്പോ നിനക്കുള്ള ആഹാരമാണ് തആമുൽ അസീം. സഖൂം എന്ന വൃക്ഷം അതാണ്. ആ സഖൂം എന്ന വൃക്ഷം നീ കഴിക്കുമ്പോ നിന്റെ തൊണ്ടയിൽ കുടുങ്ങും സഹോദര സഹോദരി. നിന്റെ തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ വെള്ളത്തിന് വേണ്ടി നീ ചോദിക്കുകയാണ് യഗ്ലി ഫിൽ ബുതൂൻ കഗൽയിൽ ഹമീം. അത് കഴിക്കുമ്പോൾ, ആ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ വയറ്റിൽ തിളച്ചു മറിയുകയാണ് ചൂടുവെള്ളം തിളയ്ക്കുന്നത് പോലെ. പരിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, നീ ഇത് അംഗീകരിച്ചേ മതിയാവൂ. ഇത് അംഗീകരിക്കാത്തിടത്തോളം കാലം നീ ഒരു മുസ്ലിമേ അല്ല, നീ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഉടമയെ അല്ല. പാപികളെ, പാപം ചെയ്തവരെ തൗബ ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരും. ഇപ്പോൾ നിനക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, നീ പടച്ചവനോട് ചോദിക്ക്. നാളെ നിന്റെ ഭർത്താവ് സഹായിയായി വരികയില്ല, നിന്റെ ഭാര്യ സഹായിയായി വരികയില്ല, മാതാപിതാക്കള് സഹായിയായി വരികയില്ല. ഇടുങ്ങിയ നരക കൊട്ടാരത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ നിനക്ക് നൽകുന്ന ആഹാരമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കിയത്. കഗൽയിൽ ഹമീം യഗ്ലി ഫിൽ ബുതൂൻ കഗൽയിൽ ഹമീം. അവന്റെ വയറ്റിലേക്ക് കിടന്ന് ഉരുണ്ടുകൊണ്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സമാഇൽ ജഹീം. പിടിക്കടാ അവനെ, കെട്ടടാ അവനെ, നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ അവനെ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ ഭീമമായ ഭീകരമായ ഓരോ സ്ഥലങ്ങളിലേക്കും ഇവനെ വലിച്ചു കൊണ്ടുപോവുക. അതെല്ലാം അവൻ ആസ്വദിക്കട്ടെ. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوه فوق رأسه من عذاب الحميم. ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കുന്ന നരകത്തിന്റെ ചീഞ്ചലമുണ്ടല്ലോ, നരകത്തിന്റെ വെള്ളമുണ്ടല്ലോ, അത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കൂ മലക്കേ, ഒഴിച്ചു കൊടുക്കൂ മലക്കേ. കേൾക്കേണ്ട താമസം, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായ, അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി സ്ഥാപിക്കുന്ന, കൽപ്പന
മലക്കുകൾ അത് അവന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല അവനോട്, പടച്ച തമ്പുരാൻ അവനോട് തമാശ രൂപേണ പറയുകയാണ്, ഇന്നക അൻതൽ അസീസുൽ കരീം, രുചിക്കടാ, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നല്ലോ, നീ ഒന്ന് ശബ്ദിച്ചാൽ, നീ ഒന്ന് കൈഞ്ഞൊടിച്ചാൽ നാനാഭാഗത്തു നിന്നും ഓടി വരാൻ ധാരാളം ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നീ രുചിക്ക്, ഇന്നക അൻതൽ അസീസുൽ കരീം. നരകം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടുത്തെ തീയും ഇവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയില്ല. യാ അല്ലാഹ്, നാളെ ആരോരുമില്ലാത്ത, യാ അല്ലാഹ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നരകത്തിന്റെ ഇടുങ്ങിയ കുഴിയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പടച്ചവനെ, ഈ തിളച്ചു മറിയുന്ന ചീഞ്ചലം ഞങ്ങളുടെ മേലേക്ക് ഒലിപ്പിക്കല്ല. യാ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അശ്രദ്ധരായി കഴിയുന്ന ഈ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാർക്ക് പടച്ച തമ്പുരാനെ, നിന്നെ കുറിച്ചൊരു പേടിയിട്ട് കൊടുക്ക തമ്പുരാനെ. നരകത്തിന്റെ ഭയാനകത അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക അല്ലാഹുവേ. അശ്രദ്ധയിലാണ് റബ്ബേ, ഇത്രത്തോളം ഭയാനകമായ നിലയിൽ നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണല്ലോ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല യാ അല്ലാഹ്. പടച്ചവനെ, നരകത്തെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിന്റെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നരകവാസികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് അല്ലാഹു ഉപാധിയായി കണ്ടത് തഖ്വ. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് നരകത്തിൽ നിന്ന് നാം മോചനം നൽകുകയും അതല്ലാത്തവരെ മുട്ടുകുത്തിയവരായ നിലയിൽ നരകത്തിലേക്ക് നാം തള്ളുകയും ചെയ്യും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു വഴിയാണ് തഖ്വ. ഇനി ധാരാളം വിഷയങ്ങൾ നരകവുമായി ബന്ധപ്പെട്ടതുണ്ട്, ധാരാളം വിഷയങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ഒരു ദിവസം ഒരു പാപം പോലും ചെയ്യാത്ത നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 പ്രാവശ്യം ഒരു ദിവസം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ഒരു പാപം പോലും ചെയ്യാത്ത നബി തങ്ങൾ 70 പ്രാവശ്യം. ഇന്നി അത്തൂബു ഇലല്ലാഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. 70 പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞുവെങ്കിൽ എല്ലാ പ്രവാചകന്മാരും പശ്ചാത്തപിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചു പോയി. ആദ്യ പിതാവാണ്, നമ്മുടെ നേതാവാണ്, നമ്മുടെ പിതാവാണ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അടുക്കരുതേ കഴിക്കരുതേ എന്ന് പറഞ്ഞ് കനി ഭക്ഷിച്ചതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കോപത്തിനും അല്ലാഹുവിന്റെ വിദ്വേഷത്തിനും പാത്രീഭവിച്ചു പോയി. പടച്ചവന്റെ താക്കീത് വന്നു. ആദം നബി വിട്ടോളാം പറഞ്ഞു, നാട് വിട്ടോളാം പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് തൗബ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം നബിയുടെ തൗബ, അല്ലാഹുവേ, ഞാനും എന്റെ ഭാര്യയും തെറ്റ് ചെയ്തു പോയി തമ്പുരാനെ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടവാളികളായി പോകും അല്ലാഹ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാഹ്. ആദം നബിയും ഹവ്വായും നമ്മൾ ദുആ ചെയ്യുന്നതാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു അത് കേട്ടു, ഏറ്റു പറഞ്ഞു. ആദം പറഞ്ഞു, അല്ലാഹു അത് സ്വീകരിച്ചു. അല്ലാഹു തൗബ സ്വീകരിച്ചു.
അല്ലാഹു തആല തൗബ സ്വീകരിച്ചു, മാപ്പാക്കി. അല്ലാഹു തആല ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു. ആദമിനെക്കാളും വലിയ ആൾക്കാരാണോ നമ്മൾ? ഇവനെ തൗബ ചെയ്യുന്നില്ല. ആദമിനെക്കാളും വലിയ ആൾക്കാരാണോ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. വദന്നൂനി ഇദ്ഹബ മുആളിബൻ ഫവന്ന അൻ നഖദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അല്ലാഹ്, നിന്നെ അംഗീകരിക്കാതെ, നിന്റെ വാക്ക് സ്വീകരിക്കാതെ, നിന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ഉമ്മത്തിനോട് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയതാണ്, ഒളിച്ചോടാൻ നോക്കിയതാണ്. പക്ഷെ നീ എന്നെ വിട്ടില്ല. അല്ലാഹുവേ, ഞാൻ ഇത്തിരി അഹങ്കാരം കാണിച്ചു പോയി. അല്ലാഹു തആല എന്താ ചെയ്തത്? കപ്പലിൽ നിന്ന് എടുത്ത് കടലിലോട്ട് എറിഞ്ഞു. യൂനുസ് നബിയെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെയും യൂനുസ് നബിയും കൂടെ മറ്റൊരു വലിയ മത്സ്യം വിഴുങ്ങി. വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ആ യൂനുസ് നബി അലൈഹി സ്വലാം തൗബ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ അക്രമിയായി പോയി അല്ലാഹ്, നീ അല്ലാതെ മറ്റാരുമില്ല യാ അല്ലാഹ്, എനിക്ക് നീ മാപ്പ് താ. അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം കഴിഞ്ഞപ്പോൾ മാപ്പ് ചെയ്ത് ആ മത്സ്യത്തോട് പറഞ്ഞു കൊണ്ടുപോയി കക്കിക്കളയാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം തൗബ ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ അനുയായികളിൽപ്പെട്ട ഒരാളും എതിരാളികളിൽപ്പെട്ട ഒരാളുമായിട്ട് ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സഹായം ചോദിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഫസ്തഗാസഹു അല്ലദീ മിൻ അദുവി, എതിരാളികളിൽ നിന്ന് സഹായം ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായിയാണല്ലോ. ഫവഖസഹു മൂസാ ഫഖളാ അലൈഹി, ഒറ്റ വീക്കം കൊടുത്തു. ആള് ഖളാ അലൈഹി, വടിയായി. ആള് മരിക്കുമെന്ന് അറിഞ്ഞില്ല. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട് അടിച്ചു, ആള് മരിച്ചുപോയി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കരിച്ചോ? ഇല്ല. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാഹുവേ, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം കാണിച്ചു പോയി, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. ഫഗഫറ ലഹു, മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ഇപ്പൊ പ്രവാചകന്മാരെല്ലാം തൗബ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൗബ ചെയ്തു. അല്ലാഹു നമ്മളോട് പറയുന്നു, എന്നോടും നിങ്ങളോടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. സത്യവിശ്വാസിനികളെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണമേ. അല്ലാഹുവിലേക്ക് നിങ്ങൾ നല്ല നിലയിൽ പശ്ചാത്തപിച്ചു മടങ്ങണമേ. നല്ല നബിതങ്ങൾ പാപം ചെയ്യാത്ത നബിതങ്ങൾ 70 പ്രാവശ്യം പശ്ചാത്തപിക്കും. നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പശ്ചാത്തപിക്കണം. ദുആ ചെയ്യാനുള്ള സമയമില്ല. നിസ്കരിക്കാൻ സമയം ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് വരുന്നത്. അത് അവസാനത്തെ വക്തത്തിൽ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പോലെ. പിന്നെ ഇവ എങ്ങനെയാണ് എങ്ങനെയാണ് തൗബ ചെയ്യുക, എങ്ങനെയാണ് പശ്ചാത്തപിക്കുക? അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കണം. ഇനി പശ്ചാത്തപിച്ചില്ലെങ്കിലോ വഇല്ലം യതുബ് ومن لم يتب فأولئك هم الظالمون. ആരൊരാള് പശ്ചാത്തപിച്ചില്ലയോ തീർച്ച മനസ്സിലാക്കിക്കോ, അവൻ അക്രമി തന്നെയാണ്, അക്രമി തന്നെയാണ്. ഖുർആനാണ് പറയുന്നത്. തൗബ ചെയ്യാത്തവൻ അഹങ്കാരിയാണ്, അക്രമിയാണ്. ആരാ പറയുന്നത്? നബിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن لم يتب فأولئك هم الظالمون. അല്ലാഹു
ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്താൽ ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ആണ് തൗബ. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് തൗബ എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും അങ്ങനെ പഠിച്ചവനെ എന്റെ അസുഖം മാറ്റി ഉസ്താദ് പറയും, നമ്മൾ ഏറ്റുപറയും. അല്ലാഹുവേ ഞാൻ വ്യഭിചരിച്ചു മാപ്പാക്കണേ. വ്യഭിചരിക്കാത്തവനും പറയും വ്യഭിചരിച്ചു മാപ്പാക്കണേ. അതൊരു പ്രചോദനം തൗബ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനോട് ഏറ്റുപറയണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ഇദാ ഇതറഫ ثم താബ അല്ലാഹു അലൈഹി. ഒരടിമ അവൻ തന്റെ പാപം ഏറ്റുപറയണം. എന്തായാലും പറയാ കുംഭസരിക്കുക. അത് ക്രിസ്ത്യാനികൾക്കാണ് കുംഭസാരം. അച്ഛന്റെ അടുക്കൽ പോയിട്ട് കുംഭസരിക്കുക. അച്ഛന്റെ ഇതൊക്കെ ആര് ഏറ്റെടുക്കാനാണോ? അല്ലാഹു. അപ്പൊ കുംഭസാരം നമുക്കില്ലല്ലോ. നമ്മുടെ കുംഭസാരം ആരോടാണ്? അല്ലാഹുവിനോട് ഏറ്റുപറയുക. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നൽ അബ്ദ, ഒരു മുഅ്മിനായ സഹോദരൻ ഇദാ ഇതറഫ, അവൻ ഏറ്റുപറഞ്ഞാൽ സുമ്മ താബ, പിന്നീട് അവൻ പശ്ചാത്തപിച്ചാൽ താബ അല്ലാഹു അലൈഹി, അല്ലാഹു അവന് പുറത്തു കൊടുക്കും. വീണ്ടും عن أم عصمة العوسية رضي الله تعالى عنها പറയുകയാണ്, قال النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم, റസൂൽ പറഞ്ഞതായി പറയുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, ഒരു മുഅ്മിനായ സഹോദരൻ പാപം ചെയ്തു കഴിഞ്ഞാൽ വഖഫൽ മലകു അലൈഹി 3 സഅാത്ത്, 3 മണിക്കൂർ മലക്കുകൾ എഴുതാതെ അവന്റെ തൗബയും പ്രതീക്ഷിച്ചിരിക്കും. ഇതിൽ കൂടുതലൊക്കെ എന്ത് കൺസെഷൻ ആപ്പാ ചെയ്തു തരേണ്ടത്? മുഅ്മിനായ ഒരു സഹോദരൻ പാവം ചെയ്താൽ, ഇന്നൽ മുഅ്മിനാണ്, മറ്റവനല്ല. മറ്റവൻ പാവം ചെയ്ത് അവന്റെ ഹൃദയം എല്ലാം കറുത്തു പോയി, കരിയോലടിച്ച്. ഇനി വൈറ്റ് വാശിയാണെങ്കിൽ വലിയ പാടാ. അങ്ങനെ തൗബ ചെയ്തു അവന് പിന്നെ അവന്റെ ഹൃദയം അങ്ങനെ മാറൂല. മുഅ്മിനായ സഹോദരൻ പാപം ചെയ്തു കഴിഞ്ഞാൽ വഖഫൽ മലകു 3 സഅാത്ത്, 3 മണിക്കൂറുകളോളം മലക്ക് പ്രതീക്ഷിച്ചിരിക്കും. ഫൈൻ താബ വസ്തഗ്ഫറ, ഈ 3 മണിക്കൂറിനകത്ത് അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ലം യക്തുബുഹു അലൈഹി വലം യുഅദ്ദിബുഹു അല്ലാഹു യൗമൽ ഖിയാമ, അവൻ ചെയ്ത പാപം അവിടെ രേഖപ്പെടുത്തുകയില്ല. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ആ പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയുമില്ല. ഔ കമാ ഖാല അലൈഹിസ്സലാം. പാവം ചെയ്യുമ്പോൾ 3 മണിക്കൂർ. അപ്പൊ ഇനി പാവം ചെയ്തിട്ട് 3 മണിക്കൂറിന് തൗബ ചെയ്യാന്നും കരുതണ്ട. അങ്ങനെയല്ല, നമ്മൾ ഈ പാവം ചെയ്തിട്ട് തൗബ ചെയ്യൂലല്ലോ. അപ്പൊ അതിനൊരു കൺസെഷൻ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അറിയാതെ പറഞ്ഞു നോക്കിപ്പോയി. അല്ലാഹു തആല ഈ ആന്റിബയോട്ടിക് നമുക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഒരു തെറ്റ് ചെയ്താൽ ഖേദത്തോടു കൂടി ഇസ്തിഗ്ഫാർ ചെയ്യാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇനി നമ്മൾ തൗബ ചെയ്യുമ്പോൾ രഹസ്യമായ പാവം രഹസ്യമായും തൗബ ചെയ്യണം, പരസ്യമായ പാവം പരസ്യമായും പറയണം. രഹസ്യമായ പാവം രഹസ്യമായി തൗബ ചെയ്യാം, പരസ്യമായ പാവം പരസ്യമായി തന്നെ പശ്ചാത്തപിച്ചേ പറ്റും. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖുൽതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഔസിനി, എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം നബിയേ, എനിക്ക് ചില ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി നബി തങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നോട് അലൈക ബി തഖ്വല്ലാഹി മസ്തതഅത്, കഴിവനുസരിച്ച് നീ അല്ലാഹയെ ഭയപ്പെടുക. നിന്റെ കഴിവനുസരിച്ച് എങ്ങനെ ഭയപ്പെടാൻ കഴിയുമോ ആ കഴിവനുസരിച്ച് അല്ലാഹയെ ഭയപ്പെടുക. ആ കഴിവനുസരിച്ച് നീ ഭയപ്പെടുക. അലൈക ബി തഖ്വല്ലാഹി മസ്തതഅത്, കഴിവനുസരിച്ച് നീ ഭയപ്പെടുക. വദ്കുർ റബ്ബദ്കുരില്ലാഹ ഇൻദൽ ഹജരി വൽ വശജരി, ഇൻദ കുല്ലി ഹജരിൻ വശജരിൻ, എവിടെ തിരിഞ്ഞാലും അല്ലാഹയെ കുറിച്ച് നീ ഓർക്കുക. കല്ലിന്റെ അടുത്ത് പോയാലും മണ്ണിന്റെ അടുത്ത് പോയാലും മരത്തിന്റെ അടുത്ത് പോയാലും പാലെടുക്കാൻ പോയാലും റബ്ബർ വെട്ടാൻ പോയാലും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാലും എവിടെ പോയാലും എന്ത് ചെയ്യാ, നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. പടച്ചവനെ നീ സ്മരിക്കുക, അവനെ പുകഴ്ത്തുക, വാഴ്ത്തുക. മറിച്ച് പിന്നീട് നീ ഒരു തെറ്റിലേക്ക് നീ ഒരു തെറ്റ് ചെയ്താൽ നീ
അതിന്റെ പേരിൽ നീ തൗബയെ പുതുക്കിക്കൊണ്ടിരിക്കണം. നീ ഒരു തെറ്റ് ചെയ്തു, നീ ഒരു തെറ്റ് ചെയ്താൽ തൗബയെ നീ പുതുക്കിക്കൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. രഹസ്യമായി തെറ്റ് ചെയ്താൽ രഹസ്യമായി തൗബ, പരസ്യമായി തെറ്റ് ചെയ്താൽ പരസ്യമായി തൗബ. രഹസ്യഭാവത്തിന് രഹസ്യമായി, പരസ്യഭാവത്തിന് ചിലരെ പള്ളിയിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് പരസ്യമായി നീ ആക്ഷേപിച്ചവനാണ് പ്രസിഡന്റിനെ, മെമ്പറിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, അതുകൊണ്ട് നീ പരസ്യമായി നീ മാപ്പ് പറയണം. അതെന്ത് പറയിപ്പിക്കണം? എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, രഹസ്യമായി തൗബ തെറ്റ് ചെയ്തവൻ രഹസ്യമായി തൗബ ചെയ്യട്ടെ, പരസ്യമായി ചെയ്തവൻ പരസ്യമായി വന്ന് മാപ്പ് പറയട്ടെ. അതിനാണല്ലോ നമ്മൾ ഈ പത്രത്തിലൂടെയൊക്കെ മാപ്പ് പറയാൻ പറയാം. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ എടുക്കാൻ ഒന്നും പോകില്ല. മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ അവനെ ഇങ്ങനെ കരുതിയിരിക്കും പ്രശ്നം. അതുകൊണ്ട് മാപ്പ് പറയണം. രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യം, പരസ്യമാണെങ്കിൽ പരസ്യം. പിന്നെ വേറെ ഉണ്ട്, ചിലരുണ്ട് രഹസ്യഭാവം പരസ്യപ്പെടുത്തും. അത് പാടില്ല, അത് ഏറ്റവും വലിയ പാവം. രഹസ്യഭാവം പരസ്യപ്പെടുത്തും. നബി ഹുറൈറ റളിയല്ലാഹു തആല ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ. എന്റെ ഉമ്മത്തികളുടെ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്. ഇല്ലൽ മുജാഹിറൂൻ, പാപം പരസ്യപ്പെടുത്തുന്നവനൊഴികെ. അതെങ്ങനെയാണ് ഈ പാപം പരസ്യപ്പെടുത്തുക? വിഡ്ഢികളിൽപ്പെട്ടവനാണ്, വിഡ്ഢിത്തരമാണ്. കഴിഞ്ഞ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്തു പോയി. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി കഴിഞ്ഞ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്തു പോയി. അല്ലാഹു തആല ആ തെറ്റ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ, ഓ അളിയ, അമിൽതുൽ ബാരിഹത കദാ വ കദാ, അവളെ ഞാൻ വശത്താക്കി കൊണ്ടുപോയി അളിയ, എന്റെ കാര്യം സാധിച്ചു എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ പാവിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ, പാവം വിളിച്ചു പറയുക, മണിയറയിലെ രഹസ്യം വിളിച്ചു പറയൽ. ആദ്യ രാത്രി കഴിഞ്ഞ ഉടനെ കൂട്ടുകാരന്മാര് തമ്മിൽ ഒരു ചർച്ച, കൂട്ടുകാരികൾ തമ്മിൽ ഒരു ചർച്ച, കൂട്ടുകാരന്മാര് തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ഭാര്യമാരുമായി എങ്ങനെ ഇണങ്ങി കഴിഞ്ഞു, ഇണചേർന്നിരുന്നു, അതിനെ കുറിച്ച് ഒരു ചർച്ച. അവനെ കുറിച്ച് എന്താ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞത്? ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ നാളിൽ ഏറ്റവും നികൃഷ്ടമായ പദവി അലങ്കരിക്കുന്നവൻ റജുലുൻ, ഒരു പുരുഷനാണ്. യുഫ്ലി ഇല ഇംറാഅതിഹി വതുഫ്ലി ഇലൈഹി ثم ينشر سرها. തന്റെ ഭാര്യയുമായി കൂടി ഇണങ്ങിയതിനു ശേഷം, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തിയതിനു ശേഷം, ثم ينشر سرها, ആ രഹസ്യത്തെ പരസ്യപ്പെടുത്തിയവനാണ് നാളെ നരകത്തിൽ, നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ഏറ്റവും വലിയ നികൃഷ്ടമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? തൗബ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സൂക്ഷിക്കണം. ചുമ്മാ ഓടി അങ്ങോട്ട് തൗബ ചെയ്താ അതാ ഒന്നും സ്വീകരിക്കാത്തത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാലേ കാര്യങ്ങൾ അറിയാവും. ഈ പറഞ്ഞ നരകത്തെ കുറിച്ച് കേട്ടോ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ തൗബ ചെയ്യും. ഈ തൗബയ്ക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. അതൊക്കെ ഉസ്താദ് പറഞ്ഞത് എനിക്കിനി പറയാൻ സമയമില്ല. ഇന്നലെ ഞാൻ അതിനനുസരിച്ച് കുറെ നീട്ടി പറഞ്ഞു. ഇന്ന് ഞാൻ നീട്ടുന്നില്ല, ഞാൻ നിർത്താൻ പോവാ. 2 മണിക്കൂറായി. എനിക്ക് നാളെ മദ്രാസിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ പരിശുദ്ധമായ റമളാൻ മാസം സമാഗതമാകുമ്പോൾ അതിനു മുമ്പ് തൗബ ചെയ്ത് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം. തഖ്വ കൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം, അടുത്ത തഖ്വ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം. അതും കൂടെ അല്ലാഹു നമുക്ക് ഓഫർ ചെയ്യുന്നു. സ്വർഗ്ഗത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആർക്കാണെന്നുള്ള ഒരായത്ത് ഓതിയിട്ട് ഞാൻ നിർത്തുകയാണ്. സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه
مصفى ولهم فيها أزواج مطهرة وهم فيها خالدون. അല്ലാഹു തആല സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുകയാണ്. സ്വർഗ്ഗത്തിന്റെ ഉപമ മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. ആർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉപമയാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. ആർക്ക് വേണ്ടി ഇന്ന് ചോദ്യം ചോദിച്ചില്ല. ആർക്ക് വേണ്ടി? മുത്തഖീങ്ങളുടെ കാര്യമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ആ മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി. ഇനി അങ്ങനെ തൗബ ചെയ്ത് ഇത്ര നാൾ അല്ലാഹു എല്ലാം തരും. നിങ്ങൾ കുടിക്കണോ? തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്ന മുഴുവൻ അള്ളാഹു തആല തരുന്നുണ്ട്. എപ്പോ? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. നീ അങ്ങോട്ട് വാ, എല്ലാം തരാം. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉപമ. ഫീഹാ സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ നദികൾ, അതിൽ ഒരു കലർപ്പുമില്ലാത്ത ഒരശുദ്ധിയുമില്ലാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ ആറാണ്. ശുദ്ധമായ വെള്ളം, നല്ല വെള്ളം, കണ്ണുനീര് പോലെ വെള്ളം എന്ന് പറയുന്നല്ലോ. ഇവിടെ ഓരോരുത്തരൊക്കെ പോയി ഫാൾസിലൊക്കെ പോയി കുളിക്കും. മോളിൽ കയറി പോണം, അപ്പൊ അറിയാം അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അവരൊക്കെ ഓർക്കുന്ന നല്ല വെള്ളമായി വീഴുന്നതാണ്. നമ്മളൊക്കെ ഈ നമ്മുടെ ആ നാട്ടിലുള്ള ആറിലൂടെ ഒക്കെ ഒഴുകി പോകുമ്പോൾ നല്ല ഒഴുക്ക് വെള്ളം, അത് അള്ളാഹു അത് ഇസ്ലാമിന്റെ ഒഴുക്ക് വെള്ളം താഹിറാക്കിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തേ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ആ തോട്ടിലൂടെ ആറ്റിലൂടെ മുകളിലോട്ടൊക്കെ നടന്നു പോയാൽ ഒരുപാട് ചാക്കുകെട്ട് കിടക്കുന്നതാണ്. കാരണം എന്താ? പ്ലാസ്റ്റിക് കോഴിയുടെ എല്ലാ അംശങ്ങളും അതിനകത്തുണ്ട്. അന്ന് തലേന്ന് വിട്ട് എല്ലാ മൃഗത്തിന്റെ കുടലും ബണ്ടവും പോസ്റ്റ്മോർട്ടം ചെയ്തതും ഇത് മുഴുവനും കൊണ്ട് തള്ളുന്നത് ആറ്റിലേക്കാണ്, തോട്ടിലേക്കാണ്. അതിന്റെ അംശമാണ് നമ്മളിവിടെ കണ്ണുനീര് പോലത്തെ വെള്ളമാ, നല്ല വെള്ളമാ എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്നത്. 15 രൂപ കൊടുത്ത് മിനറൽ വാട്ടർ വെള്ളം വാങ്ങിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്ക്, കുണ്ടളപ്പുഴുവിന്റെ അംശം അതിനകത്തും കാണും. മനസ്സിലായില്ലേ? അപ്പൊ നല്ല വെള്ളം ഇവിടെ ഇവിടെ അല്ല. സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു ന്യൂനതയില്ലാത്ത വെള്ളത്തിന്റെ ആറ്. പാലിന്റെ ആറ്. അല്ലാഹു ഇവിടുത്തെ പാലിനകത്ത് താത്താമാര് വെള്ളം എത്ര ചേർത്തില്ല നമ്മ കൊണ്ട് തരുന്നത്. ഒന്നാമതേ ഇപ്പൊ പാലിന്റെ വിലയും കൂട്ടി. അപ്പൊ അതുകൊണ്ട് അവര് വെള്ളത്തിൽ അളവും കൂട്ടി. പൈസ കൂടുതൽ ചോദിച്ചാൽ തരികയില്ല. എന്നാ പിന്നെ പാലിന്റെ കട്ടിക്ക് നമ്മൾ ഒത്തിരി കുറവ് വരുത്താം. എന്റെ താത്താമാരെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നാളെ നരകത്തിൽ പോയി കിടക്കണ്ടേ. വെള്ളം കൂട്ടി വെള്ളം വിറ്റ് പൈസ മേടിച്ചാൽ ആ പൈസ വെള്ളം കൊണ്ടുപോകും. അടുത്ത കാറ്റും മഴയിൽ ആ വീടങ്ങ് പോകും. അതുകൊണ്ട് ഏത് അങ്ങനെ ചെയ്യല്ലേ. ഇല്ലെങ്കിൽ പശുവിനെ കുളിപ്പിക്കാൻ ഏതെങ്കിലും തോട്ടി കൊണ്ട് നിർത്തിയിട്ട് വരും, നല്ലൊരു ഒഴുക്ക് വന്ന് പശു അങ്ങ് പോകും. കാരണം എന്താ? വെള്ളം വിറ്റ് കാശുണ്ടാക്കിയപ്പോൾ വെള്ളത്താൽ മേടിച്ച പൈസ വെള്ളം കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ നിങ്ങൾ പാലില് മായം ചേർക്കരുതേ. ചിലർ കവർ പാല് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. ബാക്കി 1 ലിറ്റർ പശുവും പാല്, 2 ലിറ്റർ മിൽമ പാല്. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടുത്തെ ഈ പാല് കൊണ്ടുവന്ന് ഒരു ദിവസം കാണും ഫ്രിഡ്ജ് വെക്കാതെ പരിസരത്തും കാണും കയറാൻ പറ്റുമോ? ഫ്രിഡ്ജിൽ വെക്കാതെ ഒന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നാറ്റമുണ്ട്, അതിന്റെ കളർ മാറും, നിറം മാറും, ദുർനാറ്റം അടിക്കും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഇവിടെ ഒരു ഫ്രിഡ്ജും ഇല്ല, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല സൂപ്പർ ആറ്. അതിന്റെ രുചിക്കോ നിറത്തിനോ ഭേദം ഒന്നും ഉണ്ടാകാത്ത ആറ് പാലിന്റെ. خمر لذة للشاربين.
സ്കോച്ച് ഏത് തരത്തിൽ വേണം, ഏത് തരത്തിൽ വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതെല്ലാം ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത എലി, പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. ഇവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവനൊരു കുലുക്കി പൊട്ടിച്ച് പരസ്പരം കുപ്പി തമ്മിൽ നടിപ്പിച്ച് ഇങ്ങനെ മോന്തി കുടിക്കുമ്പോൾ പിന്നെ കിടക്കുന്നത് കാണുന്നത് അവിടുന്ന് ഒഴുകി വന്ന് ഇവിടുത്തെ ചാലില്ല അവൻ എഴുന്നേക്കുന്നത്. അറിയില്ല ഇത് എവിടെ കിടക്കുന്നത്. വീട്ടിൽ വരുമ്പോ വാപ്പായെ കണ്ടാലും അറിയില്ല, ഉമ്മായെ കണ്ടാലും അറിയില്ല, ഭാര്യയെ കണ്ടാലും. നീ എവിടെ പോയിരുന്ന? ആളിയായി മരുന്ന് വാങ്ങിക്കാൻ പോയ ആളിയാ. വാപ്പാടത്ത് അറിയാം അത് മരുന്ന് മേടിക്കാൻ പോയ ആളിയാ. ഇച്ചിരി കുടിച്ചപ്പോഴാണ് തല നോക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു വണ്ടി ഓടിച്ചു വന്നിട്ട് തല നോക്കുന്നില്ല. ഇപ്പൊ കുടിച്ചപ്പോ അളിയ വേണമെങ്കിൽ ആരെടുത്താ? വാപ്പാടത്ത്. വാപ്പായും കണ്ടറിയില്ല, ഉമ്മായും കണ്ടറിയില്ല, ആരെയും കണ്ടറിയില്ല. ഇതാണ് ഇവിടുത്തെ സ്വഭാവം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നല്ല മദ്യത്തിന്റെ കോപ്പം നിനക്ക് ഞാൻ തരാം. മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു തരാം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിറാബാ. അവിടെ വാപ്പായെ കണ്ട വാപ്പാന്നറിയാം, ഉമ്മായെ കണ്ട ഉമ്മാന്നറിയാം, ഭാര്യയെ കണ്ട ഭാര്യയെന്നറിയാം. വായിൽ നിന്ന് ഒരു മോശമായ, നാവിൽ നിന്ന് ഒരു വാക്ക് പോലും വരികയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിറാബാ. കാരണം എന്താ? ربك عطاء حسابا. അല്ലാഹുവാണ് ഇത് നിർമ്മിച്ചിട്ട് കൊടുത്തു വിടുന്നത്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സാധനമാണ്. അതിനകത്തൊരു കലർപ്പും ഇല്ല, ഒന്നുമില്ല. ഖിതാമുഹു മിസ്ക്. അത് കസ്തൂരി കൊണ്ട് അത് പൊതിഞ്ഞ് അത് സീല് വെക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളാണത് പൊട്ടിക്കുന്നത്, നിങ്ങളാണത് പൊട്ടിക്കുന്നത്. അപ്പൊ മദ്യത്തിന്റെ ആറ്. പിന്നെ തേന്. ശുദ്ധമായ തേൻ. ഇവിടെ നമ്മൾ തേൻ എടുത്തിട്ട് ചക്കരയും കൂടെ ഒക്കെ കലക്കിയിട്ട് കൊണ്ട് ചെറുതേനാണ് വൻതേനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവയ്ക്കുക. അത് പിന്നെ വെള്ളത്തിൽ ഒഴിച്ചു നോക്കണം, ടെസ്റ്റ് ലാബിലായിക്കണം. എന്തിനാ ഇതിനൊക്കെ പോണത്? നല്ല സൂപ്പർ തേനിന്റെ ആറ് അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. തീർന്നില്ല, വലിയൊരു സാധനം, ഭയങ്കര സാധനം, ബഹുത്ത് ബടാ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്തത് അല്ലാഹു പറയുന്നത്. ആയത്തോയി പോലെയുള്ള വിശദീകരിക്കത്തില്ല. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, വിശദീകരിക്കാൻ ഞാനില്ലേ. അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുർ റഹ്മാനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വിശറിയാണ്. ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തൗഫീഖ് നമുക്ക് പറയും. ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അത് വലഹും ഫീ അസ്വാജ് മുതഹ്ഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈള്, നിഫാസ്, മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുങ്ങളാണ്. ഇവിടുത്തെ ഒരു പെണ്ണ് ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കിക്കൊണ്ട് പോയി ഇച്ചിരി പൗഡറും തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ്. മുഴുവൻ ഇച്ചിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് കയറി, ബസ്സിനകത്ത് കയറി, തിരക്കിൽ അങ്ങോട്ട് പോയി, ഇപ്പുറത്തോട്ട് പോയി, ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട്, വെയിലെല്ലാം കൊണ്ട്, അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പടച്ചവനെ പരിസരത്തിൽ വെള്ളം അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല, നാറ്റം അടിച്ചിട്ട്. കാരണം എന്താ? വെയില്, വിയർപ്പ് എല്ലാം കൊണ്ട് ആകെ. കാരണം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷെ അവിടെയോ അങ്ങനെ വലഹും ഫീ അസ്വാജുൻ മുതഹ്ഹറ ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ
അള്ളാഹു നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും ഇവളെ തൊട്ടിട്ടേയില്ല, സ്പർശിച്ചിട്ടേയില്ല. ലം യത്മിസുന്ന ഇൻസുൻ ലം യത്മിസുന്ന ഇൻസുൻ ജിന്നും ഖബ്ലഹും ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. നിനക്ക് തരുന്നതിന് മുമ്പ് ആരും തൊട്ടിട്ടില്ല. നമ്മൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജീവിതമാണെങ്കിൽ ഈ പറയപ്പെട്ട സാധനം എല്ലാം കിട്ടും. അല്ലാഹു തആല ചുമ്മാ ഇവരെ പോലെ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും വരാനും ഒന്നുമല്ല അവരെ അനുഭവിച്ചിട്ടുള്ളൂ. ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കൂടാരം ഉണ്ടാക്കി അതിലിട്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഒരു കൂടാരം അടിച്ച് അതിനകത്ത് അവരെ സൂക്ഷിച്ചിട്ടിരിക്കുകയാണ്. കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളാണ്. കണ്ണിന്റെ ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ. കണ്ടവരെ ഒന്നും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കില്ല, വെന്തോക്ക് നോക്കുന്ന പോലെ. എല്ലാരെയും നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുന്ന പെണ്ണല്ല. ആർക്ക് വേണ്ടിയാണോ നിന്നെ അള്ളാഹു നൽകിയത് അവനെ മാത്രമേ നീ നോക്കുകയുള്ളൂ, വേറെ ആരെയും നോക്കുകയില്ല. അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ പറയും സലാമാ സലാമാ, വാ വാ, വെൽക്കം ഫോർ യു, സ്വാഗതം, കടന്നു വന്നാലും സലാം സലാം എന്ന് പറഞ്ഞിട്ട് ഹൂർലിങ്ങൾ വിളിക്കുന്നത്. ഇവിടുന്ന് ഉണ്ടംപൊരി വാങ്ങിച്ചോണ്ട് പോയില്ലെങ്കിൽ വരുന്ന പറയാൻ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ ഒരു ഉഴുന്നോടെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ടില്ലേ, അടുത്ത് വരുമ്പോ അയ്യോ മച്ചോ എന്താണ് അതുവരെയും പ്രാക്ക മാറിയിരുന്നത്. ഗൾഫിൽ നിന്ന് മാസം തന്നെ പൈസ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ പ്രാക്ക് തുടങ്ങും. പൈസ വരുമ്പോ അയ്യോ എനിക്ക് എന്തെല്ലാം ആവശ്യമില്ലാത്ത പറഞ്ഞു പഠിച്ചോനെ അടുത്ത മാസം 1000 രൂപ കൂട്ടി അയക്കാനുള്ള തോഫി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ദുആ അല്ലേ. അപ്പൊ അവിടെ അങ്ങനല്ല. സ്വർഗവാസികൾ ഇങ്ങനെ വരുമ്പോഴേ തന്നെ സലാമ സലാം, സമാധാനം സമാധാനം. അതാണ് അവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ വ്യത്യാസം. അല്ലാഹു തആല പറഞ്ഞു പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളുടെ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല അത്. ഇതൊക്കെ ചുമ്മാ ഒരു ഹൂർലി. ഇതിനെ ഇപ്പൊ കാണുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചവനെ അതിനെ എങ്ങാനും കണ്ടാ പിന്നെ പറയണോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വർഗത്തിലെ സ്ത്രീയുടെ ഒരു കൈത്തണ്ട എങ്ങാനും ഭൂമിയിൽ അള്ളാഹു കാണിച്ചാല് സ്വർഗത്തിന് ദുനിയാവിൽ സൂര്യന്റെ ആവശ്യമില്ല. അത്രത്തോളം തിളക്കം. ഒന്ന് ആലോചിച്ച് നോക്കി, വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ ഇപ്പോഴൊന്നും ആലോചിക്കണ്ട കേട്ടോ. പടച്ചവനെ, നമ്മുടെ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹുവേ പവർ കട്ടിന്റെ കാലഘട്ടമാണല്ലോ. ഇനി എന്നാ വെളിച്ചം വരുന്നത്? അമാവാസി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ തരുന്നതാണ്. എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ ബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.